ഹരേ കൃഷ്ണ. ക്വാലലംപൂർ ഭക്തസംഘത്തിലെ എല്ലാ ഭക്തന്മാർക്കും ഈ ഒരു രാമായണ മാസം തുടങ്ങുന്ന ഒരു ദിവസം നല്ല ഒരു രാമായണ മാസം ആശംസിക്കുന്നു. മാതാജി പറഞ്ഞതുപോലെ എല്ലാ വർഷവും നിങ്ങൾ വളരെ മനോഹരമായിട്ട് ആധ്യാത്മികമായിട്ട് ഈ രാമായണ മാസം കൊണ്ടാടുന്നവരാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ രാമനെക്കുറിച്ച് കേൾക്കുന്നവരാണ്. അപ്പോൾ ആദ്യത്തെ 7 ദിവസം സംക്ഷിപ്തം, ഓരോരോ കാണ്ഡങ്ങളുടെ സംക്ഷിപ്തമായിട്ട് വിവരിച്ചു പോകുന്ന ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കഴിയുന്നുണ്ട്. ആദ്യത്തെ വർഷം നമ്മൾ സുന്ദരകാന്ഡം ആണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അയോധ്യാകാന്ഡവും യുദ്ധകാന്ഡവുമാണ് ഡിസ്കസ് ചെയ്തത്. ഈ വർഷം എനിക്ക് അനുവദിച്ചിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ബാലകാന്ഡവും ആരണ്യകാന്ഡവും ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ശ്രീ ദേവി മാതാജിയോട് നന്ദി പറയുന്നു. കാരണം രാമായണത്തെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും രാമായണത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും ഇത്. രാമായണം എന്ന് പറയുന്നത് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം മുഴുവൻ കേട്ടുകേൾവിയുള്ള അല്ലെങ്കിൽ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. പക്ഷേ അതിൽ ഏത് പുതിയ കാര്യങ്ങൾ, അതായത് നമ്മൾ എത്ര തവണ വായിച്ചാലും അതിൻ്റെ അകത്ത് പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലൈഫ് ലെസൺ നമ്മൾക്ക് കിട്ടും. എത്ര വായിച്ചാലും ആ ലൈഫ് ലെസൺസിൽ ഏറ്റവും പുതിയ കാര്യങ്ങളാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ് ഈ ബാലകാന്ഡം സംക്ഷിപ്തം വിവരിക്കുക എന്നുള്ളത്. അതിനോട് കൂറു പുലർത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. വാത്മീകി രാമായണം ബേസാക്കി എടുത്തുകൊണ്ട് നമുക്ക് ബാലകാന്ഡത്തിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള വിവരണത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. ശ്രീരാം ജയ രാം ജയ ജയ രാം, 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 ശ്രീരാം ജയ രാം ജയ ജയ രാം. ഹരേ കൃഷ്ണ. രാമായണം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. വാത്മീകി മഹർഷി, നിങ്ങൾക്കറിയാം വാത്മീകി മഹർഷിയെ, രാമായണത്തിൻ്റെ ഉപജ്ഞാതാവാണ് വാത്മീകി മഹർഷി എന്ന് പറയുന്നത്. അദ്ദേഹം സ്വന്തം ഗുരുവായ നാരദ മഹർഷിയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് രാമായണം എന്ന ഗ്രന്ഥം വിവരിക്കാൻ ആരംഭിക്കുന്നത്. അദ്ദേഹം 24 കല്യാണ ഗുണങ്ങളുള്ള ഒരു വ്യക്തി നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മളുടെ കാലത്ത് വാത്മീകി മഹർഷി ചോദിക്കുകയാണ് നാരദ മുനിയോട്, 24 കല്യാണ ഗുണങ്ങളും തികഞ്ഞ ഒരു വ്യക്തി എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ആ കല്യാണ ഗുണങ്ങളിൽ ചിലത് നമുക്ക് കേട്ടിട്ടുള്ളതാണ്. ഗുണവാൻ, വീര്യവാൻ, ധർമ്മജ്ഞൻ, കൃതജ്ഞൻ, സത്യവാക്, ദൃഢവ്രതൻ, ചരിത്രേനേച്ഛ കോയുക്ത, സർവഭൂതേഷു കോഹിതഃ, വിദ്വാൻ, സമർത്ഥ, ജിതക്രോധ, ദ്യുതിമാൻ, അനസൂയക. ഇതെല്ലാം ചേർന്ന് 24 കല്യാണ ഗുണങ്ങൾ ചേർന്ന ഒരു വ്യക്തി നിലനിൽക്കുന്നുണ്ടോ എന്ന്. അവിടെ നിന്നാണ് രാമായണത്തിന്റെ ഡിസ്ക്രിപ്ഷൻ തുടങ്ങുന്നത്. യെസ്, അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന് നാരദ മുനി പറയുന്നു. ആ നാരദ മുനി വാത്മീകി മുനിയോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ രാമായണം മുഴുവൻ, അതായത് രാമചന്ദ്രമൂർത്തിയുടെ ആ ചരിത്രം മുഴുവൻ പറഞ്ഞു കൊടുത്തു.
വാത്മീകി മുനിയുടെ ആ ഒരു അനുഗ്രഹം, അതായത് ഗുരുവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം കൊണ്ടാണ് ഈ 7 കാണ്ഡങ്ങളിലായി 6 കാണ്ഡങ്ങൾ പ്ലസ് ഉത്തരകാണ്ഡം അതിലായിട്ട് നീണ്ട് നിവർന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു രാമായണം എന്ന് പറയുന്നത് ആ നാരദ മുനിയും വാത്മീകി മുനിയും തമ്മിലുള്ള സംവാദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പോൾ ബാലകാണ്ഡം എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ആദ്യത്തെ ജനനം മുതൽ ആദ്യത്തെ 12 വയസ്സ് വരെയുള്ള ആ ഒരു കാലയളവാണ് ബാലകാണ്ഡത്തിൽ വിവരിക്കുന്നത്. നമുക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് തൻ്റെ ബാല്യകാല ലീലകൾ എന്ന് പറയുന്നത് ഒരുപാട് വന്നിട്ട് ഭാഗവതത്തിൽ വിവരിക്കുന്നുണ്ട്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, രാമചന്ദ്രമൂർത്തിയുടെ ആ ഒരു ബാല്യകാലത്തെ ലീലകൾ അത്രയധികം വന്നിട്ട് ബാലകാണ്ഡത്തിൽ വിവരിക്കുന്നില്ല. ബാലകാണ്ഡം എന്ന് പറയുന്നത് ഒരുപാട് വ്യക്തികളെ കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒന്നാണ്. അതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പ്രതിപാദിച്ച വാത്മീകി മുനി തന്നെയാണ്. അദ്ദേഹത്തിന്റെ പൂർവ്വജന്മം അദ്ദേഹം തന്നെ ഓർക്കുന്നതാണ് ആ ബാലകാണ്ഡത്തിൽ ആദ്യം പ്രതിപാദിക്കുന്നത്. അദ്ദേഹം ജന്മനാ ഒരു ബ്രാഹ്മണനായിരുന്നില്ല, ഒരു കാട്ടാളനായിരുന്ന രത്നാകരൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയാണ് മഹർഷിയായി തീർന്നത് എന്നതാണ് ആദ്യമായി രാമായണത്തില് വാത്മീകി മഹർഷി തന്നെ പ്രതിപാദിക്കുന്നത്. സ്വന്തം കഥ, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയാണ് താൻ ഒരു കാട്ടാളനിൽ നിന്നും ഒരു മഹർഷിയായി മാറിയത് എന്നും ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എങ്ങനെയാണ് സീതാമാതാവ് വാത്മീകി മുനിയുടെ ആശ്രമത്തിൽ ഉത്തരകാണ്ഡത്തിന് ശേഷം, അതായത് യുദ്ധകാണ്ഡത്തിന് ശേഷം ഉത്തരകാണ്ഡത്തിൽ വന്നിട്ട് പ്രതിപാദിക്കുന്ന കാര്യമാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. വാത്മീകി മുനിയുടെ ആശ്രമത്തിലാണ് സീതാമാതാവ് വന്നിട്ട് തൻ്റെ ശിഷ്ടകാലം ചിലവഴിക്കുന്നത്. എന്താണ്, രാമചന്ദ്രമൂർത്തി ഉപേക്ഷിച്ചതിന് ശേഷം. അതൊരു പാസ്റ്റ് ടൈമാണ്, പക്ഷെ അത് വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല. ആ സമയത്ത് സീതാമാതാവിന് 2 പുത്രന്മാർ, അതായത് ലവനും കുശനും, അവരെയും പരിപാലിച്ചിരുന്നത്, സീതാമാതാവിനെയും സംരക്ഷിച്ചിരുന്നത് വാത്മീകി മുനിയാണ്. അപ്പോൾ ആ സീതാമാതാവിന്റെ അനുഗ്രഹം കൊണ്ടും വാത്മീകി മുനിയുടെ ഗുരുവായ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടും ബ്രഹ്മദേവന്റെ അനുഗ്രഹം കൊണ്ടും വാത്മീകി മഹർഷി രാമായണം എന്ന് പറയുന്ന മഹത് ഗ്രന്ഥം എഴുതുവാൻ ആരംഭിച്ചു. 6 കാണ്ഡങ്ങളിലായി 24,000 ശ്ലോകങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്തു? ആ രാമായണം എന്ന് പറയുന്ന കാവ്യം പൂർത്തിയാക്കി. എന്നിട്ട് ആ രാജകുമാരന്മാർ, അതായത് രാമചന്ദ്രമൂർത്തിയുടെ സ്വന്തം പുത്രന്മാരായിട്ടുള്ള ആ കുട്ടികളായിരിക്കുന്ന ലവനും കുശനുമാണ് ഈ രാമചരിതത്തിന്റെ ആദ്യത്തെ ശ്രോതാക്കൾ എന്ന് പറയുന്നത്. ശ്രോതാക്കൾ എന്ന് മാത്രമല്ല, ആ രാമചരിതത്തെ രാമസദസ്സിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിന്ന് പാടി അതിനെ പ്രചരിപ്പിക്കാൻ പോയ ഫസ്റ്റ് പ്രീച്ചേഴ്സും ആര് തന്നെയാണ്? ലവനും കുശനും തന്നെയാണ്. ആ ലവനും കുശനും പ്രതിപാദിക്കുന്ന അയോധ്യയുടെ വർണ്ണനയിൽ നിന്നാണ് രാമായണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. അപ്പോൾ വാത്മീകി മുനിയുടെ കഥ എന്ന് പറയുന്നത് പ്രില്യൂഡാണ്. എങ്ങനെയാണ് രത്നാകരൻ വാത്മീകിയാകുന്നത് എന്നും സീതാമാതാവിന്റെയും ബ്രഹ്മദേവന്റെയും ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് എന്തിനാണ് ഞാൻ എന്ന് പറയുന്നത്, അതായത് ഈ വാത്മീകി ചിന്തിക്കുകയാണ് എന്തിനാണ് ഞാൻ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നും ഒക്കെ വാത്മീകി മുനി പ്രതിപാദിക്കുന്നതാണ് ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയായതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ലവനും കുശനും അയോധ്യയുടെ ആ ഒരു സഭയിൽ വന്നിട്ട് രാമചന്ദ്രമൂർത്തിയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ഉൾപ്പെടെയുള്ള എല്ലാവരും നിൽക്കുന്ന ആ സഭയിൽ, ഇരിക്കുന്ന ആ സഭയിൽ വളരെ മനോഹരമായിട്ട് ആ കഥ പറഞ്ഞു തുടങ്ങുന്നിടത്താണ് ബാലകാണ്ഡം ആരംഭിക്കുന്നത്. എന്താണ്? ദശരഥ മഹാരാജാവിൻ്റെ അയോധ്യ വർണ്ണന. ദശരഥ മഹാരാജാവിനെ കുറിച്ച് വർണ്ണിക്കുന്നു, അയോധ്യയെ കുറിച്ച് വർണ്ണിക്കുന്നു. അയോധ്യ എന്ന് പറയുന്നത് ഇക്ഷ്വാകു രാജവംശത്തിന്റെ കീർത്തിമത്തായ ഒരു രാജനഗരിയാണ്. കോശല രാജ്യം എന്ന് പറയുന്ന വളരെ മനോഹരമായ ആ രാജ്യത്തിന്റെ, ഇക്ഷ്വാകു രാജവംശത്തിലെ ആ ഒരു രാജ്യത്തിന്റെ നഗരി, അതായത് പ്രധാന നഗരിയാണ് അയോധ്യ എന്ന് പറയുന്നത്. യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റാത്ത നഗരി എന്നാണ് അയോധ്യയുടെ അർത്ഥം. അപ്പോ അവിടെ ദശരഥ മഹാരാജാവിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കീർത്തിക്ക് കുറവില്ല, അദ്ദേഹത്തിന് കായിക ബലത്തിന് കുറവില്ല. ഈവൻ ദേവന്മാര് പോലും
അദ്ദേഹത്തെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുവിളിച്ചുകൊണ്ട് പോകും, അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ബന്ധുക്കളും അല്ലെങ്കിൽ സുഹൃത്ത് വലയങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്, 3 പ്രിൻസിപ്പൽ ക്വീൻസ്, അതിനോടൊപ്പം തന്നെ 350 മറ്റ് പത്നിമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത്രത്തോളം കീർത്തിമാനായ വ്യക്തിയായിരുന്നു. ഐശ്വര്യത്തിന്റെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല. അയോധ്യയുടെ നഗരിയുടെ വർണ്ണനയിൽ നിന്ന് തന്നെ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഐശ്വര്യം എന്തായിരുന്നു എന്ന്. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് കൊട്ടാരങ്ങളും പരിചാരകന്മാരും, അദ്ദേഹത്തിന്റെ ആ കൈകേയി മഹാറാണിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഈ ചെറിയ ചെറിയ ഫർണിച്ചറിന്റെ വർണ്ണന വരെ രാമായണത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത്രത്തോളം ഓപ്പുലന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. ഒരുപാട് അനുചരന്മാരും ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ താങ്ങും തണലും എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭ. 8 വിദഗ്ധന്മാരായിട്ടുള്ള മന്ത്രിമാർ, അതിൽ ഒരാളുടെ പേര് നമ്മൾക്കറിയാം, സുമന്ത്രർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരിക്കുന്ന മന്ത്രി. അതിനോടൊപ്പം തന്നെ അതേപോലെ തന്നെ കാര്യക്ഷമന്മാരായിരിക്കുന്ന ഒരുപാട് മന്ത്രിമാരും ഒക്കെയുള്ള ആ ഒരു രാജ്യസഭ. പിന്നെ വസിഷ്ഠൻ, വാമദേവൻ തുടങ്ങിയ മുഖ്യ പുരോഹിതന്മാർ ചേർന്ന അദ്ദേഹത്തിന്റെ ഗുരുക്കൾ. ഇത്രയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടും ദശരഥ മഹാരാജാവ് അസംതൃപ്തനായിരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ഇത്രയധികം കാര്യങ്ങൾ ഉണ്ടെങ്കിലും ജീവിതത്തിൽ സംതൃപ്തി വരണമെന്ന് നിർബന്ധമില്ല എന്ന്. ആദ്യത്തെ പാഠം അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്, ബാലകാണ്ഡത്തിൽ നിന്നും. സംതൃപ്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദശരഥ മഹാരാജാവിന് ഉണ്ടാകാതിരുന്നത്? അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ ഡെയിറ്റിയുടെ പേരെന്തായിരുന്നെന്ന് അറിയാമോ? രംഗനാഥസ്വാമി. നിങ്ങൾക്കറിയാം, ശ്രീരംഗനാഥൻ എന്ന് പറയുന്ന ആ ഒരു രംഗനാഥസ്വാമിയെ ആദ്യമായിട്ട് ഭൗതിക ലോകത്തിൽ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ദശരഥ മഹാരാജാവിന്റെ പരമ്പരയിലിരുന്ന ഇക്ഷ്വാകു രാജവംശത്തിലെ രാജാക്കന്മാരായിരുന്നു. ബ്രഹ്മദേവൻ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഡെയിറ്റിയാണ് ആര്? രംഗനാഥൻ എന്ന് പറയുന്നത്. ആ രംഗനാഥൻ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തില് പുത്രനായി അവതരിക്കുന്നത് വരെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല? ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ദശരഥ മഹാരാജാവിന്റെ ഈ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, അതായത് ഈ അസംതൃപ്തിക്ക് കാരണം അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ടതായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈശ്വരന്റെ പ്രസൻസ് വരുന്നത്, രാമചന്ദ്രമൂർത്തി അദ്ദേഹത്തിന്റെ പുത്രനായി ജനിക്കുമ്പോൾ ഈശ്വരന്റെ പ്രസൻസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷവാനായി മാറുന്നത്. നമുക്ക് അതിൽ നിന്നും പഠിക്കാനുള്ളത് എന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തിലും എത്രയധികം ഈ ഭൗതികമായിട്ടുള്ള ഓപ്പുലൻസ് ഉണ്ടെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാത്തിടത്തോളം ഇതെല്ലാം 0 ആയിരിക്കും. ആരാണ് ആ ഒന്നെന്ന് പറയുന്നത്? ഈ 0 എത്ര 0 നിങ്ങൾ കൂട്ടി വെച്ചാലും അതിന് വിലയില്ല. അതിൻ്റെ കൂടെ ഒരു 1 വെക്കണം, എന്നാൽ മാത്രമേ ആ 0യ്ക്ക് വിലയുണ്ടാവുകയുള്ളൂ. ഈ ഭൗതിക ലോകത്തുള്ള എല്ലാ ഓപ്പുലൻസസും 0 ആണ്. പക്ഷെ ആ 1 എന്ന് പറയുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനെ നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിക്കാത്തിടത്തോളം ദശരഥ മഹാരാജാവ് അസംതൃപ്തനായിരുന്നത് പോലെ എന്തൊക്കെ ഉണ്ടായിരുന്നാലും നമ്മളും അസംതൃപ്തരായിരിക്കും. അപ്പൊ അങ്ങനെ രാജാവിന്റെ അസംതൃപ്തിക്ക് കാരണം എല്ലാവരുമായിട്ടും അദ്ദേഹം ആലോചിച്ചു, തീരുമാനിച്ചു. ഭൗതികമായിട്ടുള്ള അസംതൃപ്തിയാണ്. മക്കളില്ല, പുത്രന്മാരില്ല. അതായത് തനിക്ക് ശേഷം ആ ഇക്ഷ്വാകു രാജവംശത്തില് അല്ലെങ്കിൽ രഘുവംശത്തില് അല്ലെങ്കിൽ സൂര്യവംശത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരില്ല? ഒരു പുത്രനില്ല. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ എല്ലാവരോടും ആലോചിക്കുമ്പോഴാണ് ആ മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തിന് അദ്ദേഹത്തിന്റെ പുരോഹിതന്മാർ, അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ എന്ത് ചെയ്യുന്നത്? ഒരു സ്പിരിച്വൽ സൊല്യൂഷൻ പറയുന്നത്. ഭൗതിക ലോകത്തിൽ നമ്മൾ എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നാലും നമ്മൾ അതിനെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന് ഒരു പൂർണ്ണത ഉണ്ടാവുകയില്ല എന്ന് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം. സ്പിരിച്വൽ സൊല്യൂഷനാണ് അവർക്ക് കൊടുത്തത്. ദശരഥ മഹാരാജാവിന് കൊടുത്തത്. അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന സുമന്ത്രർ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു ഈ കാര്യം, അതായത് എനിക്ക് പുത്രന്മാരൊന്നും ഉണ്ടാകുകയില്ല എന്ന് ദശരഥ മഹാരാജാവ് വിശ്വസിച്ചിരുന്ന സമയത്ത് ആ ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് അത്രയധികം അഭിവാഞ്ച ഉണ്ടായിരുന്ന സമയത്ത് സുമന്ത്രർ അദ്ദേഹത്തോട് പറയുകയാണ്, സനത്കുമാര ഋഷികൾ ഈ രഘുവംശത്തില് സ്വയം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അവതരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന ഒരു മഹർഷി
വന്ന് യാഗം, പുത്രകാമേഷ്ടി യാഗം ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുക എന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും, സുമന്ത്രരെ എന്തുകൊണ്ട് ഈ കാര്യം ദശരഥ മഹാരാജാവിനോട് ഇതുവരെ പറഞ്ഞില്ല എന്ന്. ദശരഥ മഹാരാജാവ് പുത്രനില്ലാതായിട്ട് എത്ര വർഷങ്ങളായി. അദ്ദേഹത്തിന് ഏകദേശം അദ്ദേഹം മധ്യവയസ്സിനോട് അടുത്ത് എത്തുമ്പോഴാണ് അദ്ദേഹത്തിന് പുത്രൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്ര നാളും സുമന്ത്രർ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോ ആ രാമായണത്തിൽ ആ ഒരു പാട്ടില് എന്താണ് ആചാര്യന്മാർ വിവരിക്കുന്നത് എന്താണ്, ആവശ്യമുള്ള സമയത്ത് മാത്രമേ എന്താണ് സ്പിരിച്വൽ അഡ്വൈസിനെ കേൾക്കാൻ തയ്യാറാവുകയുള്ളൂ. സ്പിരിച്വൽ അഡ്വൈസ് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ആവശ്യമുള്ള സമയത്ത് മാത്രമേ പ്രയോജനം ചെയ്യുകയുള്ളൂ. ദശരഥ മഹാരാജാവിന്റെ ആ ഒരു ഡിസയർ, അല്ലെങ്കിൽ ഭഗവാനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഭഗവാൻ സ്വന്തം ജീവിതത്തിൽ വരണം എന്നുള്ള ഡിസയർ അവിടെയാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നത്, ആ സമയത്താണ്. അതുകൊണ്ടാണ് സുമന്ത്രരുടെ ഉപദേശവും ആ സമയത്ത് കിട്ടുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു. അപ്പോൾ സുമന്ത്രർ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. എന്താണ്? രോമപാത മഹാരാജാവ്, ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന ആ ഒരു മഹർഷിയുടെ കഥ നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. വിഭാണ്ഡകൻ എന്ന് പറയുന്ന ഒരു മഹർഷി സ്വന്തം പുത്രനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കി, നിത്യ ബ്രഹ്മചാരിയാക്കി വളർത്താൻ വേണ്ടിയിട്ട് ഐസൊലേഷൻ, അതായത് ആരും കണ്ടുപിടിക്കാൻ ഇടയില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വളർത്തി. അദ്ദേഹത്തിന് ആണെന്താണ് പെണ്ണെന്താണ് പോലും അറിയുകയില്ല. പക്ഷേ രോമപാത മഹാരാജാവ് എന്ന് പറയുന്ന ഒരു അംഗദേശം ഭരിച്ചിരുന്ന രാജാവ്, ദശരഥ മഹാരാജാവിന്റെ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ വളരെയധികം വലിയ ഒരു വരൾച്ച വന്നു. മഴ പെയ്യാതെ ഒരുപാട് വർഷങ്ങൾ ഇരുന്നപ്പോൾ ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടിയപ്പോൾ ഈ ഒരു ഋഷ്യശൃംഗൻ, അതായത് നിത്യബ്രഹ്മചാരി ആയിരിക്കുന്ന ആ ഒരു ഋഷി വന്നിട്ട് അംഗദേശത്തിൽ കാലുകുത്തുകയാണെങ്കിൽ ആ വൃഷ്ടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ വിഭാണ്ഡകന്റെ ആ പുത്രനെ രോമപാത മഹാരാജാവ് കൗശലത്തിൽ കൂടെ തന്റെ രാജ്യത്ത് കൊണ്ടുവന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിനെ പ്രസാദിപ്പിച്ച് സ്വന്തം പുത്രിയായ ശാന്തയെ രോമപാത മഹാരാജാവ് ഋഷ്യശൃംഗന് വിവാഹം കഴിച്ചു കൊടുത്തു. ഇപ്പോ ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന ആ മഹർഷി എവിടെയാണ് താമസം? രോമപാത മഹാരാജാവിന്റെ അംഗദേശത്താണ് താമസം. രോമപാത മഹാരാജാവും ദശരഥ മഹാരാജാവും സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ദശരഥ മഹാരാജാവിനോട് സുമന്ത്രർ പറയുകയാണ്, അങ്ങ് ചെന്ന് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യും, അങ്ങയെ സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദശരഥ മഹാരാജാവ് തന്റെ കുടുംബസമേതം വന്നിട്ട് രോമപാത മഹാരാജാവിന്റെ സ്ഥലത്ത് ചെല്ലുകയും അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുകയും തന്റെ ആ ഒരു അഭ്യർത്ഥന ഇടുകയും ചെയ്തു. ആ അഭ്യർത്ഥന മാനിച്ച് ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന ആ മഹർഷി ഭാര്യയായ ശാന്തയോടൊപ്പം എവിടെ വന്നെത്തുന്നു? അയോധ്യയിലെത്തുന്നു. അങ്ങനെ വലിയൊരു യാഗം അവിടെ നടക്കുകയാണ്. ഒരു അശ്വമേധ യാഗം ആദ്യം, അതിനുശേഷം ഒരു പുത്രകാമേഷ്ടി യാഗം. ഈ വസിഷ്ഠ മുനിയും വാമദേവനുമാണ് ഈ പ്രകാരമുള്ള എല്ലാ പുരോഹിത കർമ്മങ്ങളും നിർവഹിക്കുന്നത്. വളരെയധികം വളരെയധികം സ്ക്രൂട്ടിനൈസിംഗ്ലി, വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. കാരണം യാഗം എന്ന് പറയുന്നത് അതിന്റെ ഫലം ശരിയായില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യുന്ന പ്രക്രിയ ശരിയായില്ല എന്നുണ്ടെങ്കിൽ വിപരീത ഫലം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി ഇവർ എന്ത് ചെയ്തു? ആ യാഗം പൂർത്തീകരിച്ചു. അങ്ങനെ യാഗം പൂർത്തീകരിക്കുന്ന സമയത്ത് നമ്മളെ വാത്മീകി മുനി എവിടേക്ക് കൊണ്ടുപോകുന്നു? രാവണനെ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നു വാത്മീകി മുനി അവിടെ. കാരണം ഈ ദേവന്മാരെല്ലാം തങ്ങളുടെ യാഗ പങ്ക് സ്വീകരിക്കാൻ വേണ്ടി വരുന്നത് വളരെയധികം വ്യഥാവിലാണ്, അല്ലെങ്കിൽ ഒരു ഹൃദയഭാരം കൊണ്ടാണ്. കാരണം അവരുടെ എല്ലാം ഹൃദയത്തില് രാവണൻ എന്ന് പറയുന്ന ആ ഒരു അസുരന്റെ പേടി സ്വപ്നങ്ങളാണ്. അവരുടെ എല്ലാം പേടി സ്വപ്നം എന്ന് പറയുന്നത് രാവണനാണ്. രാവണൻ ആരാണ്? വിശ്രാവസ് എന്ന് പറയുന്ന മഹർഷിയുടെയും കൈകശി എന്ന് പറയുന്ന രാക്ഷസിയുടെയും പുത്രനായ വളരെ വിജ്ഞാനിയാണ്. പക്ഷെ എന്നാൽ വിജ്ഞാനം എന്ന് പറയുന്നത് ബ്രെയിനിൽ മാത്രമേ ഉള്ളൂ. അതിനെ ഇന്റേണലൈസ് ചെയ്തിട്ടില്ല രാവണൻ. മഹർഷിയുടെ പുത്രനാണ്, പക്ഷേ സ്വഭാവം എന്ന് പറയുന്നത് ആസുരികമാണ്. കാരണം ഈ ജ്ഞാനം എന്ന് പറയുന്നത് വിശ്രാവസ് എത്ര ജ്ഞാനം ആർക്ക് കൊടുത്താലും, രാവണന് കൊടുത്താലും അതിനെ ഇന്റേണലൈസ് ചെയ്ത് ഹൃദയത്തെ പരിവർത്തനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ രാവണന്റെ വിവരണത്തിൽ നിന്ന് കേൾക്കും. രാവണനും അദ്ദേഹത്തിന്റെ അനുചരന്മാരും എവിടെയാണ്? ത്രികൂട്ട പർവ്വതം, അതിന്റെ മേലെ സ്ഥിതി ചെയ്യുന്ന സുവർണ ലങ്ക, എതിരാളി ഇല്ലാത്ത രാജാവ്, ഈ ദേവന്മാരെ എല്ലാം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി ആ നവഗ്രഹങ്ങളെ പോലും സ്വന്തം ചവിട്ടുപടിയാക്കിക്കൊണ്ടാണ് ആര് വിലസുന്നത്? രാവണൻ വിലസുന്നത്. അതുകൊണ്ടാണ് ദേവന്മാർക്കെല്ലാം കഷ്ടപ്പാട്. കാരണം ബ്രഹ്മദേവനാണ് ഇതിന്
ഈ കാരണം ബ്രഹ്മദേവൻ വന്നിട്ട് വളരെ പ്രസാദിച്ച് വരം കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മൃത്യു എന്ന് പറയുന്നത് രാവണനെ തൊടുകയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വരം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഭയങ്കര കണ്ടീഷൻസ് ആണ് രാവണൻ വെച്ചിരിക്കുന്നത്. എന്നെ അവർ മൂലം എനിക്ക് ഇന്ന ആയുധങ്ങൾ മൂലം, പിന്നെ എന്താണ് ഭൂമിയിലോ ജലത്തിലോ ഉള്ള സ്പീഷീസ് മൂലം, ഇതിലൊക്കെ വന്നിട്ട് രാവണൻ എന്ത് ചെയ്തിരിക്കുന്നു? ബ്രഹ്മാവിനെ കുടുക്കിലാക്കിയിരിക്കുന്നു. പക്ഷെ അതിനകത്ത് ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. ബ്രഹ്മദേവനോടുള്ള വരം ചോദിക്കുന്നതിനിടയിൽ അജയ്യനായിട്ടുള്ള ആൾക്കാരിൽ, അതായത് രാവണൻ വന്നിട്ട് മരിക്കാൻ ഇടയില്ലാത്ത ആൾക്കാരിൽ, കൊല്ലാൻ ഇടയില്ലാത്ത ആൾക്കാരിൽ 3 പേരുടെ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അവരെ അദ്ദേഹം കൺസിഡർ ചെയ്തിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് മനുഷ്യനാണ്. ഈ അപരാജിതനായിട്ടുള്ള അസുരനോട് ഒരു മനുഷ്യൻ എതിരിടും എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് മനുഷ്യരുടെ കാര്യം ചോദിക്കാൻ വിട്ടു. രണ്ടാമത് കുരങ്ങന്മാർ, അവരെ എന്തിനു കൺസിഡർ ചെയ്യണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. പിന്നെ കരടി, ഇതുപോലുള്ള ഈ 3 സ്പീഷീസിനെ മാത്രമേ അദ്ദേഹം വിട്ടുള്ളൂ. ബാക്കി എല്ലാം ഗന്ധർവന്മാർ, കിന്നരന്മാർ, ചാരണന്മാർ ഉൾപ്പെടെ എല്ലാവരുടെ കയ്യിൽ നിന്നും ആ അമരത്വം എന്ന് പറയുന്ന ആ വരവും വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. എല്ലാ ദേവന്മാർക്കും വളരെയധികം ഹൃദയവേദനയാണ്. അവരെല്ലാം ബ്രഹ്മദേവന്റെ അടുക്കൽ ചെന്ന് തന്റെ പരാതി പറഞ്ഞു, അങ്ങ് കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന്. അവസാനം അവരുടെ രക്ഷയ്ക്കെത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ വന്നിട്ട് ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭഗവാൻ വിഷ്ണു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു സമയത്താണ് ദശരഥ മഹാരാജാവിന്റെ പുത്രകാമേഷ്ടി യാഗം നടക്കുന്നത്. അപ്പൊ ദേവന്മാരെല്ലാവരും ആ ഭഗവാൻ വിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചതിനനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു? രാമചന്ദ്രമൂർത്തിയും ഭരത, ശത്രുഘ്ന, ലക്ഷ്മണന്മാരുമായിട്ട് അവതരിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുന്നു. അങ്ങനെ എന്നിട്ട് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ആ ലീലയിൽ പുരുഷോത്തമനായി, അല്ലെങ്കിൽ മര്യാദ പുരുഷോത്തമനായി ഭൂമിയിൽ താൻ അവതരിക്കുമ്പോൾ തന്നെ ആ ലീലയിൽ എന്താണ് സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ദേവന്മാരെല്ലാവരും വ്യത്യസ്ത ജീവിവർഗങ്ങളിൽ, അല്ലെങ്കിൽ വ്യത്യസ്ത എന്താണ് വാനരന്മാരും കരടിയും പിന്നെ ബാക്കി കുരങ്ങന്മാരും ഒക്കെ ആയിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പല ദേവന്മാരും ഓൾറെഡി ഭൂമിയിൽ വന്നിട്ട് ആ കുലത്തിൽ അവതരിച്ചിരിക്കുന്നു. വാലിയും സുഗ്രീവനും ഹനുമാനും നീലനും പിന്നെ തരുവും സുഷേണനും ജാംബവാനും. ബ്രഹ്മദേവൻ തന്നെയാണ് ജാംബവാനായിട്ട് അവതരിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ആ തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഇവിടെ പുത്രകാമേഷ്ടി യാഗം നടക്കുന്നത്. അപ്പോ ഭഗവാൻ പറയുന്നു, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമി അഹം. ഞാൻ അവതരിക്കും എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം സംസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ദുഷ്കൃതികളെ വന്നിട്ട് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇതിനെല്ലാമാണ് ഭഗവാൻ അവതരിക്കുന്നത്. അങ്ങനെ പുത്രകാമേഷ്ടി യാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അവതാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി മാത്രമായിരുന്നു. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഭഗവാൻ അവതരിക്കുന്നത്. ആ പുത്രകാമേഷ്ടി യാഗം എന്ന് പറയുന്നത് സഫലമായപ്പോ പ്രജാപതിയുടെ പ്രതിപുരുഷൻ എന്ന് പരിചയപ്പെടുത്തിയ വളരെ സുമുഖനായിട്ടുള്ള ഒരു വ്യക്തി ഒരു പായസക്കുടവുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. സ്വർണത്തിന്റെ ഒരു പായസക്കുടം, അതിന് വെള്ളി അടപ്പായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഫലം പ്രാപ്തമായ ആ യാഗം അങ്ങനെ സമാപിച്ചപ്പോൾ ദശരഥ മഹാരാജാവ് വളരെയധികം സന്തോഷവാനായിട്ട് എന്ത് ചെയ്യുന്നു? ഈ പായസം സ്വീകരിക്കുന്നു. പ്രജാപതിയുടെ പ്രതിപുരുഷൻ. എന്താണ് ഈ പായസം എന്ന് പറയുന്നത്? യജ്ഞത്തിന്റെ ഫലമാണ്. ഇതിൽ കൂടെയാണ് അങ്ങേക്ക് പുത്രന്മാരുണ്ടാകാൻ പോകുന്നത്. അതും പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് അങ്ങയുടെ പുത്രന്മാരായി അവതരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് ഏറ്റവും ഗുണവതികളായിട്ടുള്ള 3 പത്നിമാർക്ക് അങ്ങ് ഈ പായസം വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. ദശരഥ മഹാരാജാവ് ചിന്തിച്ചു നോക്കി. അവിടെ 3 പത്നിമാർ, അവരുടെ 3 പേരുടെയും പേരുകൾ നിങ്ങൾക്കറിയാം, കൗസല്യ, കൈകേയി, സുമിത്ര. പക്ഷേ ഇവരുടെ ഗുണങ്ങൾ അനുസരിച്ച് അവർക്ക് ഹ്രീലേഖ കൗസല്യ, ഹ്രീലേഖ എന്ന് പറയുന്ന ആ വളരെയധികം സ്വഭാവ ഗുണങ്ങൾ തികഞ്ഞ കൗസല്യയ്ക്ക് ദശരഥ മഹാരാജാവ് എന്ത് ചെയ്തു? ആ പായസത്തിന്റെ പകുതി നൽകി. കൗസല്യ ആ പായസം കഴിച്ചുകൊണ്ട് സ്വന്തം പുത്രൻ ഈ ഭൗതിക ലോകത്തിന്റെ തന്നെ അധിപതിയായി തീരണം, ചക്രവർത്തിയായി തീരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ പായസം ഉടനടി തന്നെ ഭക്ഷിച്ചു. രണ്ടാമത്
ശ്രീലേഖ എന്നറിയപ്പെടുന്ന വളരെയധികം സ്വഭാവത്തിൽ വളരെയധികം സൗമ്യയായിട്ടുള്ള സേവന സന്നദ്ധതയുള്ള വളരെയധികം നല്ല ഗുണങ്ങൾ നിറഞ്ഞ രണ്ടാമത്തെ സുമിത്ര എന്ന് പറയുന്ന ശ്രീലേഖയ്ക്ക് ദശരഥ മഹാരാജാവ് ബാക്കി വന്ന പകുതിയുടെ ആദ്യത്തെ പകുതി കൗസല്യയ്ക്ക് കൊടുത്തു, ബാക്കി പകുതി ദശരഥ മഹാരാജാവ് അത് രണ്ടായിട്ട് ദശരഥ മഹാരാജാവ് വിഭജിച്ചു. ഇപ്പോൾ 1/4 ആണ് ഇരിക്കുന്നത്. 1/4 ആർക്ക് കൊടുത്തു? സുമിത്രയ്ക്ക് കൊടുത്തു. പക്ഷെ സുമിത്ര അത് പെട്ടെന്ന് തന്നെ ഭക്ഷിച്ചില്ല. സുമിത്ര അത് വളരെ പ്രാർത്ഥനയോടുകൂടി കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് വീണ്ടും ചിന്തിച്ചു ദശരഥ മഹാരാജാവ്, കീർത്തിലേഖയായിട്ടുള്ള കൈകേയിയാണ് അടുത്തത്. അപ്പോൾ ഈ 1/4 വീണ്ടും അദ്ദേഹം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, 1/8 ആക്കി. എന്നിട്ട് ഒരു 1/8 കൈകേയിക്ക് കൊടുത്തു. സ്വന്തം പുത്രൻ വന്നിട്ട് കീർത്തിമാനാകണം എന്ന് വിചാരിച്ചുകൊണ്ട് കൈകേയി ആ പായസം ഭക്ഷിച്ചു രണ്ടാമത്. അപ്പോഴും സുമിത്ര സ്വന്തം കയ്യിൽ ആ 1/4 വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനം വളരെയധികം ചിന്തിച്ചതിന് ശേഷം സുമിത്രയ്ക്ക് ആ 1/8 ആര് കൊടുത്തു? ദശരഥ മഹാരാജാവ് കൊടുത്തു. അങ്ങനെ സുമിത്രയുടെ കയ്യിൽ ഒരു 1/8 പോർഷനും ഒരു 1/4 പോർഷനും. തനിക്കുണ്ടാകുന്ന ഈ 2 പുത്രന്മാരും ഈ ജ്യേഷ്ഠന്മാരുടെ സേവകന്മാരായിരിക്കട്ടെ എന്ന അവരുടെ ഒപ്പം നടന്ന് അവരെ സേവിച്ചുകൊണ്ട് അവരുടെ ജന്മം സഫലമാക്കുന്ന പുത്രന്മാരായിരിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അത്യധികം ഗുണവതിയായിട്ടുള്ള സുമിത്ര ആ 2 ഭാഗങ്ങളും അവസാനമാണ് ഭക്ഷിക്കുന്നത്. അപ്പൊ എങ്ങനെയാണോ അവരുടെ മാതാക്കന്മാർ വന്നിട്ട് ആ പായസം സ്വീകരിച്ചത്, അതിനനുസരിച്ച് അവരുടെ പുത്രന്മാരും വന്നിട്ട് ക്രമത്തിൽ വന്നിട്ട് അവർ വന്നിട്ട് ജനിക്കാൻ അല്ലെങ്കിൽ അവർ ഗർഭിണികളായി. അങ്ങനെ വളരെ ദിവ്യന്മാരായിട്ടുള്ള ശിശുക്കളായതുകൊണ്ട് തന്നെ 12 മാസം കഴിഞ്ഞിട്ടാണ് ദശരഥ മഹാരാജാവ് കാത്തുകാത്തിരിക്കുകയാണ്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് തനിക്കൊരു പുത്രൻ ഉണ്ടാകാൻ പോകുന്നത്. കാത്തുകാത്തിരിക്കുകയാണ് ആ ദിവസത്തിന് വേണ്ടിയിട്ട്. ചൈത്രമാസത്തില് പുനർവസു നക്ഷത്രത്തില് നവമി തിഥിയിലാണ് രാമചന്ദ്രമൂർത്തി പൂജാതനാകുന്നത്. ദശരഥ മഹാരാജാവ് ആ വാർത്ത അറിഞ്ഞതും, കൗസല്യാനന്ദനൻ ആഗതനായി എന്ന വാർത്ത അറിഞ്ഞതും അദ്ദേഹം സ്വന്തം രാജകൊട്ടാരത്തിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് ദശരഥ മഹാരാജാവ് കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ഓടിയെത്തി. കൗസല്യയോട് അദ്ദേഹത്തിന് വളരെയധികം നന്ദി. ഇത്രനാളും തിരസ്കരിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ്. കൈകേയി വന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ റാണിമാരെക്കാൾ കൂടുതൽ വന്നിട്ട് ദശരഥ മഹാരാജാവിന് കൈകേയിയോടായിരുന്നു താല്പര്യമെങ്കിലും ആദ്യമായിട്ട് തനിക്കൊരു പുത്രനെ പ്രദാനം ചെയ്തത് ആരാണ്? കൗസല്യാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൗസല്യ മാതാവിന്റെ അടുത്ത് അത്രയ്ക്ക് നന്ദി, കൃതജ്ഞത, കടപ്പാട് ഇതൊക്കെയാണ്. അതും ആ പുത്രനെ അദ്ദേഹം കണ്ടപ്പോൾ സ്വന്തം കയ്യിൽ എടുത്തപ്പോൾ അദ്ദേഹം വന്നിട്ട് സമാധി അവസ്ഥയിലായി എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ആ സമാധി അവസ്ഥ എന്ന് പറയുന്നത് കാരണം പ്രപഞ്ചം തന്നെയാണ് തൻ്റെ കയ്യിൽ ആ ഒതുങ്ങിയിരിക്കുന്നത്. തീരെ ചെറിയ ഒരു വളരെ മനോഹരനായിട്ടുള്ള ഒരുപാട് വിവരിക്കുന്നുണ്ട് രാമചന്ദ്രമൂർത്തിയുടെ ആ വളരെ മനോഹരമായിട്ടുള്ള മുഖത്തെക്കുറിച്ച് അവിടെ. അങ്ങനെ ആ ആനന്ദത്തിൽ ആറാടി നിൽക്കുമ്പോഴാണ് അടുത്ത ദിവസം ദശമി തിഥിയിൽ ദശരഥ മഹാരാജാവിന് അതേ മാസം തന്നെ ചൈത്രമാസം ദശരഥ മഹാരാജാവിന് ദശമി തിഥിയിൽ പുഷ്യമി നക്ഷത്രത്തിൽ കൈകേയിക്ക് പുത്രൻ ഉണ്ടാവുന്നത്. പിന്നെ അതേ തിഥിയിൽ തന്നെ ദശമി തിഥിയിൽ തന്നെ ആശ്ലേഷ നക്ഷത്രത്തിലാണ് സുമിത്രയ്ക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്നത്. അങ്ങനെ ദശരഥ മഹാരാജാവിന്റെ അയോധ്യ, ഇതുവരെ മൗനമായിരുന്ന അയോധ്യ, സ്വന്തം രാജാവിന് മക്കളില്ലാത്തത് കാരണം അവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പോലും ആരും ചെയ്തിരുന്നില്ല. ഒരു ജന്മദിനങ്ങളും കൊണ്ടാടിയിരുന്നില്ല, ഒരു ഉത്സവങ്ങളും കൊണ്ടാടിയിരുന്നില്ല. എന്തായിരുന്നു കാരണം? അദ്ദേഹത്തിന് തന്റെ അച്ഛന്റെ സ്ഥാനത്തിരിക്കുന്ന ദശരഥ മഹാരാജാവ്, തങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്തിരിക്കുന്ന ദശരഥ മഹാരാജാവിന് പുത്രന്മാരില്ലാത്തത് കൊണ്ട്, അതുകൊണ്ട് അദ്ദേഹം ബാക്കി ആരും അവിടെ ആഘോഷിച്ചിരുന്നില്ല. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിൽ വന്നിട്ട് ഒരുപാട് ആ ഒരു എക്സ്ട്രാവഗൻസ് എന്ന് പറയും. ദശരഥ മഹാരാജാവ് കൈ അയച്ച് എല്ലാവർക്കും ചാരിറ്റി ദാനമൊക്കെ ചെയ്തു. അങ്ങനെ അയോധ്യ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ദശരഥ മഹാരാജാവിന്റെ ഈ ഒരു അവസരം, ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിവരിക്കുന്നത്. അതായത് രാമചന്ദ്രമൂർത്തി അവതരിക്കാൻ എന്താണ് കാരണങ്ങളെന്ന് ആചാര്യന്മാർ നമുക്ക് അവിടെ പറഞ്ഞു തരുന്നു. 4 മെയിൻ കാരണങ്ങളാണ് അദ്ദേഹം അവതരിക്കാൻ വേണ്ടി ഉണ്ടായത് എന്ന് അവിടെ ആചാര്യന്മാർ പറയുന്നു. ഒന്ന്, നിങ്ങൾക്കറിയാം, ബ്രഹ്മദേവൻ, ഡെമിഗോഡ്സും ബ്രഹ്മദേവനും വന്നിട്ട് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട്, എന്തിനാണ്? രാവണനെ പോലെയുള്ള ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്. രണ്ടാമത്, ഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്.
ആരൊക്കെയാണ് ഭക്തന്മാർ? അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന ഒരുപാട് ഭക്തന്മാരെ നമ്മൾ രാമായണത്തിൽ ഇനിയും കാണും. സിദ്ധാശ്രമത്തില് വിശ്വാമിത്ര മുനി, പിന്നെ എന്താണ് അഹല്യ, ഗൗതമ ഋഷിയുടെ പത്നി അഹല്യ, ശാപമോക്ഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ലിസ്റ്റാണ് രാമചന്ദ്രമൂർത്തിയുടെ മുന്നിലുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം എന്ത് ചെയ്യണം? പരിത്രാണായ സാധൂനം, നമുക്കറിയാം ശബരി, ഗുഹൻ, ഒരുപാട് പേര് നമ്മൾ ഈ രാമായണത്തിലുടനീളം അദ്ദേഹത്തിന്റെ സുഗ്രീവൻ, ഹനുമാൻ, ഇതുപോലുള്ള ഒരുപാട് ഭക്തന്മാരെ നമ്മൾ കാണും. ആ ഭക്തന്മാരെ എല്ലാം എന്തേ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്? ഭഗവാൻ രാമചന്ദ്രമൂർത്തി അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ റീസൺ അതാണ്. മൂന്നാമത്തെ റീസൺ ലക്ഷ്മി ദേവി തന്നെയാണ്. ലക്ഷ്മി ദേവിക്ക് ഭഗവാനോടൊപ്പം പ്രൈവറ്റ് ടൈം വേണം. പരമദിവ്യോത്തമ പുരുഷൻ നാരായണൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രോപ്പർട്ടിയാണ്. ലക്ഷ്മി ദേവിക്ക് പ്രൈവറ്റ് ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് നാരായണന് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉള്ളതുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് ഭഗവാനോടൊപ്പം ചെലവഴിക്കാൻ പ്രൈവറ്റ് ടൈം വേണം. അപ്പോൾ അതിനുവേണ്ടി ത്രേതായുഗത്തിൽ രാമചന്ദ്രമൂർത്തി അവതരിച്ചു. സീതാമാതാവ്, ലക്ഷ്മി ദേവിയായ സീതാമാതാവ് രാമചന്ദ്രമൂർത്തിയോടൊപ്പം വന്നിട്ട് ആ വനത്തില് 12 വർഷക്കാലം എന്ത് ചെയ്തു? 13 വർഷക്കാലം വനത്തില് ആ പ്രൈവറ്റ് ടൈം ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്തു എന്ന് ആചാര്യന്മാർ പറയുന്നു. നാലാമത്തേത്, നമ്മൾ നേരത്തെ ഒരു ഡേറ്റിയുടെ കാര്യം പറഞ്ഞു, രംഗനാഥസ്വാമി. ഇക്ഷ്വാകു രാജവംശത്തില് കൈമാറി വന്ന ബ്രഹ്മദേവൻ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ഡേറ്റ്, സത്യയുഗത്തിൽ ബ്രഹ്മദേവൻ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ഡേറ്റിയാണ് രംഗനാഥസ്വാമി. അപ്പോൾ പക്ഷേ ഈ രാജവംശത്തിലുള്ള ആൾക്കാരെല്ലാം ആ വർഷിപ്പ് ചെയ്തു എങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർഷിപ്പ് അല്ലെങ്കിൽ പ്രോപ്പർലി എന്ന് പറയുന്ന ആ ഒരു വർഷിപ്പ് വന്നിട്ട് ആ ഒരു ആരാധന വിധി എന്ന് പറഞ്ഞത് ഇതുവരെ ആരും ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്യുകയാണ്? സ്വയം പരമദിവ്യോത്തമ പുരുഷൻ, ആ പരമദിവ്യോത്തമ പുരുഷൻ വിഗ്രഹ രൂപത്തിൽ വന്നിട്ട് അവതരിച്ചിരിക്കുന്ന, അതായത് രംഗനാഥസ്വാമിയായിട്ട് അവതരിച്ചിരിക്കുമ്പോൾ ആ ഡേറ്റിയുടെ വർഷിപ്പിന്റെ സ്റ്റാൻഡേർഡിനെ ഉയർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്വയം രാമചന്ദ്രമൂർത്തിയായിട്ട് അവതരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ രാജവംശത്തിലാണ് ആ ഡേറ്റി ഉള്ളത്. അപ്പൊ ഇങ്ങനെ 4 കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷൻ രാമനായി അവതരിച്ചിരിക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു. അങ്ങനെ ആ ബാലകാണ്ഡത്തിൽ ഇനിയും വിവരിക്കുന്നത് രാമചന്ദ്രമൂർത്തിയുടെ ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരുപാടൊന്നും വിവരിക്കുന്നില്ല. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ വിവരിക്കുന്നുള്ളൂ. അദ്ദേഹം എല്ലാവരുടെയും കൺമുന്നിൽ വന്നിട്ട് അദ്ദേഹം അങ്ങനെ നടക്കുന്നതും പിച്ച വെക്കുന്നതും ഈ വെണ്ണകെട്ട് മോഷ്ടിക്കുന്നതും ഒന്നും അവിടെ വർണ്ണിക്കുന്നില്ല. കാരണം ആ ലീലയെല്ലാം നമുക്ക് ഭാഗവതത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ കാണിച്ചു തന്നിരിക്കുന്നത് കൊണ്ട് രാമായണത്തിൽ വളരെയധികം വാത്മീകി മുനി അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. കാരണം ബാലലീലകളെക്കാൾ കൂടുതൽ രാമചന്ദ്രമൂർത്തി ധർമ്മത്തിനെ വന്നിട്ട് മര്യാദ പുരുഷോത്തമൻ എന്ന പേരിൽ ഒരു ഒരു ധർമ്മിഷ്ഠനായിട്ടുള്ള വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് രാമചന്ദ്രമൂർത്തി അവതരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാല്യകാല ലീലകൾ വളരെയധികം വർണ്ണിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം. അദ്ദേഹത്തിന്റെ അസ്ത്രശസ്ത്ര പാടവങ്ങളിൽ വന്നിട്ട് വളരെയധികം വിവരണമുണ്ട് അതിനകത്ത്. പിന്നെ വസിഷ്ഠ മുനി അദ്ദേഹത്തെ ഈ അസ്ത്രവിദ്യകളെല്ലാം പഠിപ്പിക്കുന്നത്. രാമചന്ദ്രമൂർത്തിക്ക് 5 വയസ്സ് പ്രായമാകുമ്പോൾ അദ്ദേഹത്തെ ഗുരുകുലത്തിൽ അയക്കാൻ സമയമായി. അപ്പോൾ ദശരഥ മഹാരാജാവ് തന്റെ കുട്ടിയെ കണ്ടും സ്നേഹിച്ചും കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് അവനെ പിരിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ദശരഥ മഹാരാജാവ് ഈ കുട്ടികളെയും കൊണ്ട് വസിഷ്ഠമുനിയുടെ ഗുരുകുലത്തിലാക്കിയതിനു ശേഷം അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. വസിഷ്ഠമുനി പറഞ്ഞു, നടക്കില്ല. കാരണം അങ്ങ് ഇദ്ദേഹത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വിദ്യ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വിദ്യ നേടാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ്റെ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്നും മാറി ഗുരുവിൻ്റെ കർശന നിയന്ത്രണത്തിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥ മഹാരാജാവിനെ വസിഷ്ഠമുനി മടക്കി അയക്കുന്നു. പിന്നെയുള്ള കുറച്ച് നാളുകൾ വന്നിട്ട് വസിഷ്ഠമുനിയാണ് ദശരഥ മഹാരാജാവിന്റെ ആ പുത്രൻ, അതായത് മര്യാദ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെ എന്ത് ചെയ്യുന്നത്? അഭ്യസ്ത വിദ്യ പഠിപ്പിക്കുന്നത്. പക്ഷെ വേറെ ഒരു കാര്യവുമുണ്ട്. വസിഷ്ഠമുനി ദശരഥ മഹാരാജാവിനെ പറഞ്ഞു വിടുന്നതിന് ഇനിയൊരു കാരണമുണ്ട്. വസിഷ്ഠമുനിക്ക് അറിയാം അദ്ദേഹം ആരാണ് എന്ന്. പരമദിവ്യോത്തമ പുരുഷനാണ്, മര്യാദ പുരുഷോത്തമനാണ്, ശ്രീമൻ നാരായണൻ തന്നെയാണ് എന്നറിയാം. അവര് 4 പേരും വന്നിട്ട് ഭഗവാന്റെ അംശങ്ങളാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ വസിഷ്ഠമുനി അദ്ദേഹത്തോട് ആദ്യമായിട്ട്, അതായത് അവർക്ക് ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ വസിഷ്ഠമുനി എന്ത് ചെയ്യുന്നു? ശ്രീരാമചന്ദ്രമൂർത്തിയെയും അനുജന്മാരെയും പ്രദക്ഷിണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ഗംഗാമാതാവിനെ ആരാധിക്കുമ്പോൾ ഗംഗയിലെ ജലം തന്നെ ഗംഗയിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ ജ്ഞാനമെല്ലാം അങ്ങയിൽ നിന്നും സ്വായത്തമാക്കിയതാണ് ഞാൻ. എനിക്ക് ജ്ഞാനം കിട്ടാൻ കാരണം തന്നെ അങ്ങാണ്.
ആ ജ്ഞാനത്തിന്റെ ഉറവിടമായിട്ടുള്ള അങ്ങേക്ക് ഞാൻ എന്ത് ജ്ഞാനം പകർന്നു തരാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ എന്നാലും എന്റെ ധർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തനിക്ക് അറിയാവുന്ന ജ്ഞാനം, അതായത് ഭഗവാനിൽ നിന്നും രാമനിൽ നിന്നും തന്നെ കിട്ടിയ ജ്ഞാനം തിരികെ രാമനിലേക്ക് തന്നെ കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്? വസിഷ്ഠമുനി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വസിഷ്ഠമുനിയുടെ ആ ആശ്രമത്തിൽ നിന്നും തിരികെ വരുമ്പോഴും വളരെ ചെറിയ രീതിയിൽ അവിടെ ഒരു വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ആചാര്യന്മാർ പറയുന്നു. മന്ധര എന്നൊരു വ്യക്തി അവിടെ പരിചയപ്പെടുത്തുന്നു. കൈകേയി മഹാറാണിയുടെ ദാസിമാരിൽ ഒരുവൾ. ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാമചന്ദ്രമൂർത്തി വേറെ ഒരു ഇന്റൻഷനും ഇല്ലാതെ ആ ബ്രദേഴ്സ് എല്ലാം കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ കളിയായിട്ട് മന്ധരയുടെ കൂനിന് മേൽ വന്നിട്ട് രാമചന്ദ്രമൂർത്തി അറിയാതെ കുറച്ച് കളിയായിട്ട് ചെളിമണ്ണ് വാരി എറിയിക്കുക. അത് മന്ധരയുടെ ദേഹത്ത് മാത്രമല്ല ബാക്കിയുള്ള മാതാക്കന്മാരുടെ ദേഹത്തും എല്ലാം വീണു. പക്ഷെ എന്നാലും അവരെല്ലാം ചിരിച്ചു കളിച്ച് അതിനെ തമാശയായിട്ട് എടുത്തപ്പോൾ ഈ ഒരു കാര്യം മാത്രം മന്ധര മനസ്സിൽ വെച്ചുകൊണ്ടേയിരുന്നു. രാമചന്ദ്രമൂർത്തിയോട് അന്ന് മുതലേ മന്ധരയ്ക്ക് എന്താണ്? ഒരു ഈർഷ്യയാണ്. 20 വർഷം കൊണ്ട് ആ ഈർഷ്യ വളർന്നു വലുതായി. അയോധ്യാകാണ്ഡത്തില് കൈകേയിയുടെ ചെവിയില് അതിനെ വന്നിട്ട് കുതന്ത്രമായിട്ട് തിരിച്ചു കൊടുക്കുന്നത് വരെ മന്ധര അത് വളർത്തിക്കൊണ്ടേയിരുന്നു എന്ന് ബാലകാണ്ഡത്തിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിന്റെ അസ്ത്രവിദ്യയുടെ പ്രദർശനത്തിനായി ഒരു സ്ത്രീയുടെ മൂക്കൂത്തിയെ വരെ അദ്ദേഹം എന്ത് ചെയ്തു? സ്വന്തം അസ്ത്രം ഉപയോഗിച്ച് ഡിസ്ലോഡ്ജ് ചെയ്തു. പിന്നെ തിരിച്ചും ആ ഒരു അസ്ത്രവിദ്യയുടെ ആ ഒരു പ്രഭാവം കൊണ്ട് അദ്ദേഹം തിരിച്ച് ആ മൂക്കൂത്തി ആ സ്ത്രീയുടെ മൂക്കിൽ തിരികെ സ്ഥാപിച്ചതും ഒക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്ര മാത്രമേ ഉള്ളൂ ബാലകാണ്ഡത്തിൽ അതിനെക്കുറിച്ചുള്ള വിവരണം. അടുത്തത് ദശരഥ മഹാരാജാവിന്റെ ജീവിതത്തിൽ വളരെ വലിയ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പോയ ഒരു സംഭവം എന്ന് പറയുന്നത് വിശ്വാമിത്ര മുനിയുടെ ആഗമനമാണ്. ദശരഥ മഹാരാജാവ് വസിഷ്ഠ മുനിയുടെ ആ ഒരു പാഠശാലയിൽ നിന്നും രാമനെ തിരിച്ചു കൊണ്ടുവരുന്നത് രാമന്റെ വിവാഹം. അന്നൊക്കെ വളരെ ത്രേതായുഗത്തിലാണ്, രാജകുമാരന്മാരാണ്. അവരുടെ വിവാഹം എന്ന് പറയുന്നത് സാധാരണ വിവാഹമല്ല, 2-3 രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയും സൗഹൃദവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അനുരൂപയായിട്ടുള്ള ഒരു വധുവിനെ കണ്ടെത്തി ദശരഥ മഹാരാജാവ് രാമന്റെ വിവാഹം നടത്തണം എന്ന്, 12 വയസ്സേ ഉള്ളൂ, രാമന്റെ വിവാഹം നടത്തണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നത്. വിശ്വാമിത്ര മുനി. സാധാരണ മഹർഷി അല്ല വിശ്വാമിത്ര മുനി. അനേകം ദിവ്യായുധങ്ങൾ കയ്യിലുള്ള വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു മഹർഷിയാണ്. അദ്ദേഹത്തിന്റെ കഥയും ബാലകാണ്ഡത്തിൽ വിവരിക്കുന്നുണ്ട് ഇനിയൊരു ഭാഗത്ത്. അപ്പോൾ ഈ ഒരു സമയത്ത് ദശരഥ മഹാരാജാവിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് താൻ യാഗം ചെയ്യുന്ന സിദ്ധാശ്രമത്തില് വളരെ നിശാചരന്മാരായിട്ടുള്ള രാക്ഷസന്മാരുടെ അക്രമം ഉണ്ട്. അത് കാരണം തന്റെ യാഗം സംരക്ഷിക്കാൻ തനിക്ക് സഹായം വേണം. ദശരഥ മഹാരാജാവ് സ്വയം പറഞ്ഞു, ദേവന്മാരോടൊപ്പം യുദ്ധം ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ, എനിക്ക് അങ്ങയുടെ യാഗം സംരക്ഷിക്കാൻ കഴിയും, ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ വിശ്വാമിത്ര മഹർഷി ആരെ കൊണ്ടുപോകാനാണ് വന്നത്? രാമനെയാണ് കൊണ്ടുപോകാൻ വന്നത്. ദശരഥ മഹാരാജാവിന് ഇത് കേൾക്കുമ്പോൾ വളരെയധികം വേദനയുണ്ടാകും. കാരണം ആ കുട്ടി 12 വയസ്സ് പോലും അവന് തികഞ്ഞിട്ടില്ല. അവൻ രാജീവലോചനനാണ്. അതായത് രാത്രിയാകുമ്പോൾ, സന്ധ്യയാകുമ്പോഴത്തേനും താമര കൂമ്പുന്നത് പോലെ എന്റെ രാമന്റെ കണ്ണുകൾ അടയും, അവന് ഉറക്കം വരും, അവൻ ക്ഷീണിച്ചു ഉറങ്ങും. ഈ നിശാചരന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങ് ഈ ഒരു പ്രവൃത്തി പരിചയവും ഇല്ലാത്ത ഈ കുട്ടിയെ ആവശ്യപ്പെടുന്നത് എന്തിനാണ്? ദശരഥ മഹാരാജാവ് അനേകം വാദങ്ങൾ, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങേക്ക് കൂടെ വരാം, എന്റെ കഴിവുകൾ അങ്ങേക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ശക്തിയും അദ്ദേഹം അവിടെ എന്ത് ചെയ്യുന്നു? വാക്കുകളിൽ കൂടി പ്രദർശിപ്പിക്കുന്നു. പക്ഷെ വിശ്വാമിത്ര മുനി എന്ന് പറയുന്നത് അഡമന്റ് ആയിട്ട് നിൽക്കുകയാണ്, രാമനെ തന്നെ വേണമെന്നും പറഞ്ഞു. വിശ്വാമിത്ര മുനി അങ്ങനെ സാധാരണയായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അല്ല രാമനെ ചോദിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ വസിഷ്ഠ മുനിക്ക് അറിയാം. കാരണം വസിഷ്ഠ മുനി ഈ ഗുരു, അതായത് സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? കാര്യഗൗരവത്തിൽ ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം വിശ്വാമിത്ര മുനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രാമചന്ദ്രമൂർത്തി ഇതുവരെ അച്ഛന്റെ തണലിൽ ഇങ്ങനെ എന്താണ് ഒരു അടച്ച പാത്രത്തിൽ വെച്ചിരിക്കുന്ന രത്നം പോലെയാണ്, ഒരു കേസിൽ വെച്ചിരിക്കുന്ന രത്നം പോലെ. അതിന്റെ പ്രകാശം എന്ന് പറയുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അച്ഛന്റെ സംരക്ഷണയിൽ അതിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ എന്ത് ചെയ്യാനാണ് വിശ്വാമിത്ര മുനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ ആ ഒരു കീർത്തിയെ വർദ്ധിപ്പിക്കുക, ആ പ്രപഞ്ചത്തിൽ മുഴുവൻ രാമൻ എന്നുള്ള വ്യക്തിയുടെ പ്രഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഖ്യാതി വളർത്തുക എന്നുള്ളതാണ് വിശ്വാമിത്രന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ വിശ്വാമിത്ര മുനിക്ക് വളരെ മഹാനായിട്ടുള്ള ആ വ്യക്തിക്ക് ഈ രാക്ഷസന്മാരെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് വെറും
ഒരു ചെറിയ കാര്യം മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം രാമൻ മുഖേന അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്? വസിഷ്ഠമുനിക്ക് അറിയാം അത് രാമന്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. അപ്പൊ രാമന്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ വന്ന് രാമചന്ദ്രമൂർത്തിയെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ദശരഥ മഹാരാജാവ് പിന്നോട്ട് വലിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ദശരഥ മഹാരാജാവിനെ ആരുപദേശിക്കുന്നു? വസിഷ്ഠമുനി ഉപദേശിക്കുന്നു. വസിഷ്ഠമുനി പറയുന്നു, അങ്ങ് രാജാവ് ആണ്, അങ്ങ് ഒരു പിതാവ് മാത്രമല്ല, അങ്ങേക്ക് പ്രജകളോട് എന്ത് ചെയ്യണം? ധർമ്മമുണ്ട്, രാജധർമ്മമുണ്ട്. പിതാധർമ്മം അല്ലെങ്കിൽ പിതൃധർമ്മം മാത്രമല്ല ഉള്ളത്. ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ പ്രജകളും അങ്ങയുടെ പുത്രന്മാരെ പോലെയാണ്. അപ്പോ ഈ വിശ്വാമിത്ര മുനി വന്നിട്ട് ആ പ്രജകൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ രാക്ഷസന്മാരിൽ നിന്നും ആ പ്രജകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രാമചന്ദ്രമൂർത്തി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങ് രാജാവിന്റെ ധർമ്മമാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അത് മാത്രമല്ല, വിശ്വാമിത്ര മുനി എന്ന് പറയുന്നത് അനേകം ദിവ്യായുധങ്ങൾ കയ്യിലുള്ള വ്യക്തിയാണ്. തപശ്ചര്യ കൊണ്ട് അനേകം ദിവ്യായുധങ്ങൾ, സ്വന്തമായി ദിവ്യായുധങ്ങൾ വരെ സൃഷ്ടിച്ചെടുക്കാൻ തന്നെ അദ്ദേഹത്തിന് കഴിയും. ആ ദിവ്യായുധങ്ങളെല്ലാം രാമന് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാമനെ അദ്ദേഹം വിളിച്ചുകൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? രാമചന്ദ്രമൂർത്തി അദ്ദേഹത്തോടൊപ്പം അയക്കുക. രാമന്റെ കീർത്തി, അതായത് അങ്ങയുടെ ആ ഒരു വാത്സല്യത്തിന്റെ തണലിൽ നിന്നും, ദശരഥ മഹാരാജാവിന്റെ വാത്സല്യത്തിന്റെ തണലിൽ നിന്നും വിശ്വാമിത്രന്റെ ആ വലിയ സാഗരം പോലെയുള്ള ആ ഒരു ജ്ഞാനത്തിന്റെ സാഗരത്തിലേക്ക് രാമചന്ദ്രമൂർത്തിയെ വിടണം. കാരണം രാമചന്ദ്രമൂർത്തി ലോകം മുഴുവൻ അറിയപ്പെടണം. ഒരു എന്താണ് സ്വാർത്ഥതയുള്ള പിതാവായി മാറരുത്. അങ്ങയുടെ പുത്രൻ വേൾഡ് ഫേമസ് ആവാനുള്ളതാണ്, അല്ലെങ്കിൽ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ഖ്യാതി പരക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥ മഹാരാജാവിനെ സമാധാനിപ്പിച്ച് ദശരഥ മഹാരാജാവിന്റെ പുത്രനെ ആരെ? രാമചന്ദ്രമൂർത്തിയെ വിശ്വാമിത്ര മുനിയോടൊപ്പം അയക്കുന്നു. നമുക്കറിയാം രാമചന്ദ്രമൂർത്തിയുടെ ആത്മാവ് എന്ന് പറയുന്നത് ലക്ഷ്മണനാണ്. അപ്പോൾ രാമചന്ദ്രമൂർത്തി പോകുമ്പോൾ ലക്ഷ്മണനും അങ്ങനെ പോകുന്നു. ഇനി നമ്മൾ കാണുന്നത് ആ വിശ്വാമിത്ര മഹർഷി തപശ്ചര്യ കൊണ്ട് എന്ത് ചെയ്ത ആളാണ്? ബ്രഹ്മർഷി പദത്തിൽ എത്തിയ ആളാണ്. അദ്ദേഹം തപശ്ചര്യ, അദ്ദേഹം ഭക്തൻ എന്ന് പറയുന്ന ആ ലെവലിലല്ല ആദ്യം. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭക്തി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കാൾ കൂടുതൽ അദ്ദേഹം വന്നിട്ട് സ്വായത്തമാക്കിയ തപശ്ചര്യ, ഓസ്റ്ററിറ്റി, ഇതിന്റെ എല്ലാം ആ പെനൻസസ്, ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷേ രാമനും ലക്ഷ്മണനും ഇവിടെ ദശരഥ മഹാരാജാവ് അദ്ദേഹത്തെ രാമചന്ദ്രമൂർത്തിയെ വിശ്വാമിത്ര മുനിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് തന്നെ അങ്ങ് കഠിന കാർക്കശ്യക്കാരനായിട്ടുള്ള ഒരു ഋഷിയിൽ നിന്നും, ഒരു ഗുരുവിൽ നിന്നും വളരെയധികം ദയയുള്ള ഒരു മാതാവായിട്ടും സംരക്ഷിക്കുന്ന പിതാവായിട്ടും മാറണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ബാലകാണ്ഡത്തില് ആക്ച്വലി വളരുന്നത് ആരാണ്? വിശ്വാമിത്ര മുനിയാണ്. അദ്ദേഹം ആ തപസ്വി എന്നുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നും ഭക്തിയുടെ പടവുകൾ കയറി പരിശുദ്ധ ഭക്തനായി, രാമന് സേവനം ചെയ്യുന്ന ഭക്തനായി മാറുന്ന ആ ഒരു വളർച്ചയാണ് ആക്ച്വലി ബാലകാണ്ഡത്തിലെ വളർച്ച എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബാലകാണ്ഡത്തിലെ ഹീറോ എന്ന് പറയുന്നത് വിശ്വാമിത്ര മഹർഷിയാണ്. ബാലകാണ്ഡത്തിലെ ഏറ്റവും കൂടുതൽ നമ്മളിൽ പ്രഭാവം ചെലുത്തുന്ന വ്യക്തി എന്ന് പറയുന്നത് വിശ്വാമിത്ര മുനിയാണ്. കാരണം രാമചന്ദ്രമൂർത്തിയെ അത്രയധികം സേവിച്ചിട്ടുള്ള ഒരാള് വേറെ എങ്ങും അതിൻ്റെ അകത്ത് കാണില്ല. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹനുമാൻ മാത്രമായിരിക്കും. അതും ഈ ബാലകാണ്ഡത്തിൽ ഹനുമാനെ കുറിച്ച് നമ്മൾ വിവരിക്കുന്നതേ ഇല്ല. അപ്പോൾ വിശ്വാമിത്ര മുനി എന്ന് പറയുന്നത് ആ രാമചന്ദ്രമൂർത്തിയുടെ ആ ഒരു അദ്ദേഹത്തെ മോൾഡ് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു രത്നത്തെ വന്നിട്ട് പ്രകാശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗുരുവായി പ്രവർത്തിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ സ്വന്തം ആ ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു തപസ്വിയിൽ നിന്നും ഭക്തനിലേക്കുള്ള വളർച്ചയും നമ്മൾക്ക് ആര് കാണിച്ചു തരുന്നു? വിശ്വാമിത്ര മുനി കാണിച്ചു തരുന്നു. നാടും നഗരവും എല്ലാം കടന്ന് അയോധ്യയിൽ നിന്ന് അവർ യാത്രയാകുന്നു. രാജകുമാരന്മാർ എന്നുള്ള ആ ഒരു സുഖ സൗകര്യങ്ങളിൽ നിന്നും മാറി യാത്രികന്മാർ, വനചാരികൾ, അല്ലെങ്കിൽ ശിഷ്യന്മാർ, സേവകന്മാർ, ഗുരുവിന്റെ സേവകന്മാർ എന്ന ആ ഒരു മാറ്റത്തിലേക്കാണ് ബാലകാണ്ഡത്തിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ എത്തി നിൽക്കുന്നത്. പിന്നെയും അവർ യാത്ര ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണും. യാത്ര ചെയ്യുമ്പോൾ സരയൂ തീരത്ത് ചെല്ലുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കാണുന്നത് വിശ്വാമിത്ര മുനിയുടെ വാത്സല്യം. അദ്ദേഹം സരയൂ തീരത്ത് ഉറങ്ങുന്ന രാമനെ കാണുമ്പോൾ കൗസല്യ മാതാവിനെ ആലോചിക്കുന്നു. എത്ര ഭാഗ്യവതിയാണ് കൗസല്യ. അഹോഭാഗ്യം എന്ന് പറയുന്നു. നമുക്കറിയാം ആ ശ്ലോകം വളരെയധികം മനോഹരമായിട്ടുള്ള എന്താണ് ആ ശ്ലോകം? നമ്മൾ കൗസല്യ സുപ്രഭാതത്തിൽ കേൾക്കുന്നു.
കൗസല്യാ സുപ്രജാ രാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാനികം. ഇത് കൗസല്യ മാതാവിനെ ആലോചിച്ചുകൊണ്ട്, അല്ലയോ കൗസല്യ മാതാവെ, താങ്കൾ എത്രയധികം ഭാഗ്യവതിയാണ്. കാരണം ഇങ്ങനെ ഒരു പുത്രനെ, പരമദിവ്യോത്തമ പുരുഷനെ പുത്രനായിട്ട് കിട്ടിയല്ലോ എന്ന് വിശ്വാമിത്ര മുനി ആലോചിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭക്തി അവിടെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? വാത്സല്യത്തിലേക്ക് വളരുകയാണ്. പതുക്കെ പതുക്കെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? രാമനോട് അത്രയധികം ഭക്തി വളർത്തിയെടുക്കുകയാണ്. ആ പോകുന്ന വഴിയിലെല്ലാം അവരാദ്യം അംഗദേശത്ത് ചെല്ലുമ്പോൾ അവിടെ കാമദേവനെ ദഹിപ്പിച്ച, ഭഗവാൻ ശിവൻ കാമദേവനെ ദഹിപ്പിച്ച സ്ഥലമാണ് അംഗദേശം എന്ന് പറയുന്നത്. ആ അംഗദേശത്തെ കഥകളൊക്കെ പറയുന്നു. കാരണം ഈ പോകുന്ന വഴിയെല്ലാം ജ്ഞാനാർജനത്തിന് ഉള്ള ഒരു വ്യക്തിയുടെ ആ ഒരു മൂഡ് എന്താണെന്ന് രാമചന്ദ്രമൂർത്തി കാണിച്ചു തരുന്നു. എങ്ങനെയാണ് സ്വന്തം സ്പിരിച്വൽ മാസ്റ്ററിനോട് പരിപ്രശ്നേന സേവയ, അല്ലെ, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. രാമചന്ദ്രമൂർത്തി അത് കാണിച്ചു തരുന്നു. എവിടെയെല്ലാം ചെല്ലുമ്പോഴും ആ യഥാർത്ഥത്തിലുള്ള ആ സ്ഥലത്തെ വന്നിട്ട് എന്താണ് അവിടെയുള്ള കാര്യങ്ങൾ, എന്താണ് അതിനുള്ള കാരണങ്ങൾ, ഇതെല്ലാം വന്നിട്ട് രാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അവര് എന്തുത്തരം പറയും? വിശ്വാമിത്ര മഹർഷി അതിനെല്ലാം ഉത്തരം പറയും. വളരെയധികം ചരിത്രങ്ങളും കഥകളും ഒക്കെ അവര് കേൾക്കും. അങ്ങനെ പോകുമ്പോൾ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് എവിടെയാണ്? ഒരു നിബിഡ വനത്തിൽ. പക്ഷെ ആ നിബിഡ വനം ആക്ച്വലി അത് വളരെയധികം പുണ്യമായിരിക്കുന്ന ഒരു വനമായിരുന്നു. വൃത്രാസുരന്റെ വധത്തിന് ശേഷം ദേവേന്ദ്രൻ വന്നിട്ട് ആ വനത്തിലാണ് തന്റെ പാപങ്ങളെ എല്ലാം വന്നിട്ട് പങ്കുവെച്ചത്. അതുകൊണ്ട് തന്നെ ദേവന്മാരെല്ലാം ചേർന്ന് ആ വനത്തിനെ അനുഗ്രഹിച്ചു, വളരെയധികം ഫലഭൂഷ്ടമാകട്ടെ എന്ന്. പക്ഷെ ഇപ്പൊ അവരവിടെ യാത്ര ചെയ്യുമ്പോൾ ആ വനം എന്ന് പറയുന്നത് വളരെയധികം ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരു ജീവികൾ പോലും അതുവഴി പോകാൻ വേണ്ടി ഭയപ്പെടുന്നു. അപ്പൊ രാമചന്ദ്രമൂർത്തി ചോദിക്കുന്നത് എന്താണ് ഇതിന് കാരണം? അവിടെയാണ് രാമചന്ദ്രമൂർത്തിയുടെ ആദ്യത്തെ ഉത്തരവാദിത്വം വരുന്നത്. വിശ്വാമിത്ര മഹർഷി പറയുന്നു, ഇതാണ് നിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. ഈ വനത്തിനെ ഇങ്ങനെ ആക്കിയത് താടക എന്ന് പറയുന്ന ഒരു രാക്ഷസിയാണ്. ശുണ്ഠൻ എന്ന് പറയുന്ന രാക്ഷസന്റെ പത്നി അഗസ്ത്യമുനിയുടെ കരങ്ങൾ കൊണ്ട് ശുണ്ഠൻ അഗ്നിക്ക് ശുണ്ഠന്റെ ഭൗതിക ശരീരം കത്തിച്ചാമ്പലായിരുന്നു. ശുണ്ഠൻ വന്നിട്ട് അഗസ്ത്യമുനിയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അഗസ്ത്യമുനി ശുണ്ഠനെ നാമാവശേഷമാക്കി കളയുന്നു. അങ്ങനെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് താടക അവിടെയുള്ള എല്ലാ ഋഷിമാരെയും വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആക്രമിക്കുന്നു. താടകയും 2 പുത്രന്മാരും, മാരീചനും സുബാഹുവും. നമ്മൾ ഒരുപാട് ഇവരെ കുറിച്ച് കേൾക്കും. അപ്പോ ആദ്യത്തെ ദൗത്യം ഒരു സ്ത്രീയെ വധിക്കുകയാണോ എന്ന് രാമചന്ദ്രമൂർത്തി വിചാരിക്കുന്നു. ധർമ്മിഷ്ഠനാണ്, വളരെയധികം കാരുണ്യവാനാണ്. സ്ത്രീകൾ എന്ന് പറയുന്നത് കരുണയ്ക്ക് അർഹരാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രാമചന്ദ്രമൂർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ വിശ്വാമിത്ര മുനി ആദ്യമായി കൊടുക്കുന്ന ദൗത്യം എന്താണ്? ഒരു സ്ത്രീയെ വധിക്കുക എന്നുള്ളതാണ്. അവിടെ വിശ്വാമിത്ര മുനി പറയുന്നു, അല്ലയോ രാമ, ഗുണം എന്ന് പറയുന്നത് ആണ് മുഖ്യം, രൂപമല്ല മുഖ്യം. താടകയ്ക്ക് സ്ത്രീയുടെ രൂപമാണെന്നേ ഉള്ളൂ, സ്ത്രീയുടെ ഒരു ഗുണങ്ങൾ പോലുമില്ല. അവളെ വധിക്കുന്നത് കൊണ്ട് എന്താണ് ചെയ്യുന്നത്? നീ ധർമ്മം പാലിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ രാക്ഷസ നിഗ്രഹം എന്ന് പറയുന്നത് താടകയാണ്. പക്ഷെ എന്നിട്ടും അവിടെ രാമചന്ദ്രമൂർത്തി താടകയോടുള്ള ആ ഒരു യുദ്ധത്തിനിടയ്ക്ക് ആദ്യം ഇതൊക്കെ പറഞ്ഞിട്ടും രാമചന്ദ്രമൂർത്തി എന്നിട്ടും താടകയെ കണ്ടിട്ടും കരുണ അല്ലെങ്കിൽ സഹതാപം കാണിച്ചുകൊണ്ട് താടകയുടെ അംഗങ്ങളൊക്കെ ഛേദിച്ചുകൊണ്ട് അവളെ വെറുതെ വിടാൻ തീരുമാനിച്ചപ്പോൾ താടക എന്ത് ചെയ്യുന്നു? തിരിച്ചടിക്കുന്നു. പക്ഷെ അപ്പോൾ വിശ്വാമിത്ര മുനി പറയുന്നു, ഇനി കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള മനുഷ്യരെ എല്ലാം, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളെ എല്ലാം ഇത്രനാളും ഉപദ്രവിച്ചിരുന്ന ഈ ഒരു രാക്ഷസീയമായിട്ടുള്ള ആ ഒരു ജീവി എന്ന് പറയുന്നത്, അധർമ്മിയായിട്ടുള്ള ജീവി എന്ന് പറയുന്നത് ഈ വെറുതെ വിടുന്നത് പോലെ ആയി പോകുമെന്ന് പറഞ്ഞത് കൊണ്ട് രാമചന്ദ്രമൂർത്തി ഒരു വേള അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട്, അതായത് താടകയോട് സഹതാപം കാണിച്ചതിന് തന്റെ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിക്കാതിരുന്നത് ക്ഷമ ചോദിച്ചുകൊണ്ട് താടകയെ നിഗ്രഹിക്കുന്നു. താടകയെ നിഗ്രഹിച്ചതിന് ശേഷം അതിന്റെ ആ ഒരു സമയത്തിന് ശേഷം വീണ്ടും ആ രാമചന്ദ്രമൂർത്തിയുടെ യാത്ര തുടരുമ്പോൾ രണ്ടാമത് അവർ ചെല്ലുന്നത് സിദ്ധാശ്രമം എന്ന് പറയുന്ന സ്ഥലത്താണ്. സിദ്ധാശ്രമം എന്ന് പറയുന്നത് ആക്ച്വലി അവിടെയാണ് വിശ്വാമിത്ര മുനി തപശ്ചര്യകളും യാഗവും ഒക്കെ അനുഷ്ഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ
പെർമനന്റ് പ്ലേസ് എന്ന് പറയുന്നത് സിദ്ധാശ്രമമാണ്. ഒരുപാട് വർഷങ്ങളായി അദ്ദേഹം അവിടെ കഴിയാൻ തുടങ്ങിയിട്ട്. ആ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാരീചനും സുബാഹുവും വന്നിട്ട് അവരുടെ രാക്ഷസ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് അദ്ദേഹത്തിന്റെ ശാപത്തിന് അദ്ദേഹത്തിന്റെ യാഗത്തിന് വന്നിട്ട് ഒരുപാട് തവണ ഭംഗം വരുത്തിയപ്പോ വിശ്വാമിത്ര മുനി എന്ത് ചെയ്യുകയാണ്, ദശരഥ മഹാരാജാവിനോട് സഹായം ചോദിച്ച് ചെന്നതാണ്. അപ്പൊ തിരികെ അവര് എവിടെ എത്തി? സിദ്ധാശ്രമത്തിലെത്തി. ആക്ച്വലി സിദ്ധാശ്രമം എന്ന് പറയുന്നത് മഹാബലി ചക്രവർത്തി വന്നിട്ട് വാമനമൂർത്തിയെ പ്രസാദിപ്പിച്ച് വാമനമൂർത്തി യാഗം അല്ലെങ്കിൽ വാമനമൂർത്തി തപശ്ചര്യ അനുഷ്ഠിച്ച സ്ഥലമാണ് സിദ്ധാശ്രമം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, വളരെ പുണ്യമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോ അവിടെ രാമചന്ദ്രമൂർത്തി വിശ്വാമിത്ര മുനിയുടെ യാഗം സംരക്ഷിക്കുന്നതാണ് ബാലകാണ്ഡത്തിൽ നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്. ഈ സിദ്ധാശ്രമത്തില് ആ യാഗം വന്നിട്ട് ആരാണ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്? താടകയെ വധിച്ചതിന്റെ പശ്ചാത്തലത്തില് ആ പ്രതികാരത്തിന് വേണ്ടിയിട്ട് അവരുടെ പുത്രന്മാർ മാരീചനും സുബാഹുവും അവിടെ രാമചന്ദ്രമൂർത്തി സുബാഹുവിനെ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ സുബാഹുവിനെ വന്നിട്ട് ഹനിക്കുന്നു. മാരീചനെ അദ്ദേഹം വെറുതെ വിടും. മാരീചന് ഇനിയും റോള് ചെയ്യാനുണ്ട് അല്ലെ, രാമായണത്തിൽ ഇനിയും വളരെ വളരെ കാര്യമായിട്ടുള്ള ഒരു റോൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്യുന്നു, ഈ മാരീചനെ 800 മൈൽ അകലെ 100 യോജന അകലെ കടലിലേക്കാണ് വീഴുന്നത് മാരീചൻ. മാരീചന്റെ ആ ഒരു ആദ്യത്തെ എൻകൗണ്ടർ ആണ് രാമചന്ദ്രമൂർത്തിയോടുള്ള ഫസ്റ്റ് ബാലകാണ്ഡത്തില്. അദ്ദേഹത്തിന് വെറും 12 വയസ്സുള്ളപ്പോ അത്രയധികം യൗവനത്തില് വന്നിട്ട് കത്തി ജ്വലിച്ച് നിൽക്കുന്ന മാരീചന്റെ ശക്തിയും രാമന്റെ ശക്തിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് അവിടെ വാൽമീകി രാമായണത്തിൽ. ഇനി ഒരിക്കൽ മാരീചൻ അത് ഓർക്കും, ഞാൻ അന്ന് വെറും ബാലനായിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് എന്ന് മാരീചൻ ഇനി ഒരിക്കൽ ഓർക്കും. അപ്പൊ മാരീചനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, വെറുതെ വിട്ടു. പക്ഷെ അദ്ദേഹം ശിക്ഷിച്ചിട്ട് വെറുതെ വിട്ടു. സുബാഹുവിനെ അദ്ദേഹം ഹനിക്കുകയും ചെയ്തു. അതിനുശേഷം യാഗം പൂർത്തിയായതിനു ശേഷം അവിടെ വളരെ വലിയ ഒരുക്കങ്ങളൊക്കെ കണ്ടു രാമചന്ദ്രമൂർത്തി. ലക്ഷ്മണനും രാമചന്ദ്രമൂർത്തിയും പിറ്റേ ദിവസം സിദ്ധാശ്രമത്തിൽ എല്ലാവരും വളരെയധികം ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അന്വേഷിച്ചു, എന്താണ് ഈ ഒരുക്കങ്ങൾ? അവിടെയാണ് രാമചന്ദ്രമൂർത്തിയുടെ ജീവിതത്തിലെ ഇനിയൊരു ടേണിംഗ് പോയിന്റ് വരുന്നത്. എന്താണ്? മിഥിലയില് ജനക മഹാരാജാവ് വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. വളരെ 12 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു യജ്ഞം. അതിന്റെ കേന്ദ്ര ബിന്ദു അട്രാക്ഷൻ എന്ന് പറയുന്നത്, സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ത്രയംബകം എന്ന് പറയുന്ന ഒരു ചാപമാണ്. അതും മഹാദേവൻ ദക്ഷയാഗം വന്നിട്ട് ദക്ഷനെ വന്നിട്ട് ശിക്ഷിച്ച ആ ഒരു ചാപം കൈമാറി ജനക മഹാരാജാവിനെ എത്തിച്ചേർന്നു. അദ്ദേഹം ജനക മഹാരാജാവ് ആ ത്രയംബകം എന്ന് പറയുന്ന ആ ശൈവചാപത്തിനെ വളരെയധികം സുരക്ഷിതമായിട്ട് ഇവിടെ വെച്ച് പൂജിക്കുകയാണ്. തൻ്റെ ആ ഒരു ആരാധ്യമായിട്ടുള്ള ഒരു കാര്യത്തെ പോലെ അദ്ദേഹം പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് ഇനിയൊരു കാരണമുണ്ട്. ആ ശൈവചാപത്തിനെ അനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ മകളുടെ ഭാവിയും ഇരിക്കുന്നത്. ഈ ശൈവജാപത്തിനെ അന്വേഷിച്ച് ശൈവജാപം എന്ന് പറയുന്ന ജനക മഹാരാജാവ് എന്താണ് കഴുത്തിലിട്ട കുരുക്കു പോലെ ആയി എന്ന് ചിലപ്പോൾ രാമായണത്തിൽ നമ്മൾക്ക് തോന്നും. സീതാമാതാവ്, അതായത് ജനക മഹാരാജാവിന്റെ പുത്രി, വളരെ മനോഹരിയായിട്ടുള്ള പുത്രി. പക്ഷേ വിവാഹപ്രായം ആയിരിക്കുന്ന ആ പുത്രിക്ക് എന്താണ് കണ്ടീഷൻ? പുത്രിയെ വേൾക്കണമെന്നുണ്ടെങ്കിൽ ആ അതിസാഹസികമായിട്ടുള്ള കാര്യം ഒരു പരീക്ഷണം ചെയ്യണം. എന്ത് ചെയ്യണം? ആ ത്രയംബകം വില്ല് കുലയ്ക്കണം. അതിനെ എടുത്ത് ഉയർത്തുകയെങ്കിലും ചെയ്യണം അറ്റ്ലീസ്റ്റ്. പക്ഷെ ഇത്ര നാളായിട്ടും അങ്ങനെ അതിനു വേണ്ടിയിട്ട് പര്യാപ്തരായിട്ടുള്ള ഒരു മനുഷ്യരും വന്നിട്ടില്ല. ജനക മഹാരാജാവിനെ എല്ലാവരും കുറ്റം പറഞ്ഞു. എന്തിനാണ് വെറുതെ ഇത്തരത്തിൽ വലിയ വലിയ അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? ഈ തരത്തില് സീതയുടെ ജീവിതത്തെ എന്തിനാണ് വെറുതെ ഇതാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടിലാക്കുന്നത് എന്ന് വരെ ജനക മഹാരാജാവിനോട് ആൾക്കാർ ചോദിച്ചു തുടങ്ങി. ആ തരത്തിലുള്ള ഒരു വില്ലിന്റെ കഥയാണ് അവർ കേൾക്കുന്നത്, ത്രയംബകം വില്ല്. ആക്ച്വലി അത് വിശ്വകർമാവ് നിർമ്മിച്ച 2 വില്ലുകളാണ്. ഒന്ന് ലോർഡ് വിഷ്ണുവിന് വേണ്ടിയിട്ടും 2 ലോർഡ് ശിവയ്ക്ക് വേണ്ടിയിട്ടും. പരശുരാമനാണ് ഇപ്പോ ആ വിഷ്ണു ചാപത്തിന്റെ ഉടമസ്ഥൻ. അങ്ങനെ കൈമാറി ഇപ്പോൾ അദ്ദേഹം പരശുരാമന്റെ ആ വില്ല് വിഷ്ണുവിന്റെ ചാപം വന്നിട്ട് ആരുടെ കയ്യിലാണ്? പരശുരാമന്റെ കയ്യിലാണ് ഇരിക്കുന്നത്.
ശൈവചാപം വന്നിട്ട് ആരുടെ കയ്യിലാണ്? ജനക മഹാരാജാവിന്റെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വില്ലിനെ കുറിച്ച് കേട്ടപ്പോഴും ആ ഒരു മിഥിലയിലേക്കുള്ള ആ ഒരു യാത്രയിൽ ആ കുട്ടികൾ, അതായത് നമുക്കറിയാം രാമനും ലക്ഷ്മണനും ക്ഷത്രിയ രാജകുമാരന്മാരാണ്. വില്ല് അമ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് കളിപ്പാട്ടം എന്ന് പറയുന്ന ആ ഒരു ആകാംക്ഷയാണ്. എങ്കിൽ പിന്നെ അതിനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സിദ്ധാശ്രമത്തോട് വിട പറഞ്ഞ് വിശ്വാമിത്ര മുനിയും എന്ത് ചെയ്യുകയാണ്? അവരോടൊപ്പം മിഥിലയിലേക്ക് പോവുകയാണ്. വിശ്വാമിത്ര മുനിക്ക് സിദ്ധാശ്രമത്തോട് വിട പറയാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് താല്പര്യക്കുറവും ഉണ്ടായിരുന്നില്ല. കാരണം അറ്റാച്ച്മെന്റ് ഇല്ലാത്ത വ്യക്തി എന്നത് അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപിടിക്കണമെന്നാണ് ആ ഒരു ഭാഗത്തില് ആചാര്യന്മാർ പറയുന്നത്. അത്രയധികം കാലം താമസിച്ചിരുന്നുവെങ്കിലും ആ ആശ്രമത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ആ ആശ്രമത്തിന്റെ എല്ലാ ഭാഗങ്ങളും വന്നിട്ട് തന്റെ നിയന്ത്രണത്തിലായിരുന്നു എങ്കിലും ഒരൊറ്റ സുപ്രഭാതത്തിൽ അവിടെ നിന്നും അദ്ദേഹം എല്ലാവരോടും വിട പറഞ്ഞു പോവുകയാണ്. രാമനെയും ലക്ഷ്മണനെയും കൊണ്ട് ഇങ്ങോട്ട് മിഥിലയിലേക്ക് പോകുന്ന വഴിക്ക് അവർ ഗംഗാതീരത്തെത്തുമ്പോൾ ഗംഗയെ വന്നിട്ട് എന്താണ് സ്വർഗത്തിലുണ്ടായിരുന്ന ഗംഗയെ, മന്ദാകിനി ഗംഗയെ ഭഗീരഥ മഹാരാജാവ് ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തിയ കഥയും അവർക്ക് വിശ്വാമിത്ര മുനി പറഞ്ഞു കൊടുക്കുന്നു. ഗംഗാതീരത്തായിരുന്നു അന്ന് അവര് എന്ത് ചെയ്തിരുന്നത്, അന്ന് അവര് റെസ്റ്റ് ചെയ്തത്. ആ സമയത്ത് ഗംഗയുടെ കഥ, പതിത പാവനി എന്നറിയപ്പെടുന്ന ഗംഗയുടെ കഥ, എല്ലാ പാപങ്ങളെയും പോക്കുന്ന ഗംഗയുടെ കഥ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഭഗീരഥ മഹാരാജാവ് ഗംഗയെ വന്നിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതും സ്വന്തം പിതൃക്കളുടെ ലിബറേഷൻ അല്ലെങ്കിൽ മുക്തിക്ക് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ പരമ്പരകളായിട്ടുള്ള പിതൃക്കന്മാർ ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം. സഗരൻ എന്ന മഹാരാജാവ്, അദ്ദേഹത്തിന്റെ പുത്രൻ അംശുമാൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ദിലീപൻ, ദിലീപന്റെ പുത്രൻ ഭഗീരഥൻ, ഈ 4 പരമ്പരകൾ വഴിയാണ് ഈ കാര്യം, അതായത് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ആ ഒരു വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യം. ഇതിലാകെ ആരാണ്? ഭഗീരഥനാണ് അവസാനം പരിശ്രമിച്ചിട്ട് അതുകൊണ്ട് സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രയത്നത്തിനെ ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയുന്നത്. വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് ആ രാജാവ് എന്താക്കി തീർത്തത്, പ്രവർത്തിച്ച് കാണിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെ ഭഗീരഥ പ്രയത്നം എന്ന് പറയും. അങ്ങനെ എങ്ങനെയാണ് ജാഹ്നവി ഗംഗ അല്ലെങ്കിൽ മന്ദാകിനി ഗംഗ എങ്ങനെയാണ് അളകനന്ദ മന്ദാകിനി എന്നൊക്കെ സ്വർഗത്തിൽ അറിയപ്പെടുന്ന ഗംഗ ഭാഗീരഥിയായത് ഭൂമിയിൽ എന്നൊക്കെ അവരറിയുന്നു. ആര്? ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാർ വിശ്വാമിത്ര മുനിയിൽ നിന്ന് മനസ്സിലാകുന്നു. പിന്നെ അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാസ്റ്റ് ടൈം അല്ലെങ്കിൽ വളരെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു കാര്യം, ദശരഥ മഹാരാജാവിന്റെ ആ പുത്രനെ കാത്ത് അവിടെ ഇരുന്ന ഒരു കല്ല്, അല്ലെങ്കിൽ എന്താണ്, സ്വന്തം അറിഞ്ഞോ അറിയാതെയോ പല വിധത്തിലുള്ള വെർഷൻസ് ഉണ്ട്. ആരാണ്? ആ ഗംഗയുടെ തീരത്ത് ഒരു ആശ്രമത്തില്, മിഥിലയുടെ ഔട്ട്സ്കേർട്സിലാണ് ആ ആശ്രമം. പുണ്യമായിട്ടുള്ള ഒരു ആശ്രമം, ഗൗതമ ഋഷിയുടെ ആശ്രമം. പക്ഷെ അവിടെ ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു ആശ്രമമാണ് അവർ കാണുന്നത്. എന്താണ് അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ആകെപ്പാടെ ഒരു കല്ലിന്റെ രൂപത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് തനിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഗൗതമ ഋഷിയുടെ പത്നി അഹല്യ അവിടെ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുന്നു. ആരെ? രാമചന്ദ്രമൂർത്തിയെ വെയിറ്റ് ചെയ്യുന്നു. പരിത്രാണായ സാധൂനാം, അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റതും ആ ഇതിൽ നിന്നും, അതായത് ആ ഒരു വിധിയിൽ നിന്നും സ്വതന്ത്രയായ അഹല്യ അദ്ദേഹത്തെ വരവേൽക്കുന്നു. ഗൗതമ ഋഷി അദ്ദേഹത്തെ, അഹല്യയെ തിരിച്ചു സ്വീകരിക്കുന്നു. ആ കഥയും നിങ്ങൾക്കറിയാം. അപ്പോൾ ഗൗതമ ഋഷിയും അഹല്യയും വന്നിട്ട് അഹല്യ വന്നിട്ട് ശാപമുക്തി നേടി ഗൗതമ ഋഷിയോടൊപ്പം തിരിച്ചു പോയി. അപ്പോഴാണ് അവര് മിഥിലയിൽ വന്നിട്ട് എത്തിച്ചേരുന്നത്. അവിടെ ബാലകാണ്ഡത്തിലെ ഒരു പെർഫെക്റ്റ് ലവ് സ്റ്റോറി, അല്ലെങ്കിൽ ദശരഥ മഹാരാജാവിന്റെ പുത്രൻ ദാശരഥിയായ രാമനും ജാനകി സീതയും തമ്മിലുള്ള ആ ഒരു പെർഫെക്റ്റ് ലവ് സ്റ്റോറി നമ്മൾ കാണാൻ തുടങ്ങുന്നത് ആദ്യം. വിശ്വാമിത്ര മുനിയോടൊപ്പം എത്തിയ രാമചന്ദ്രന്മാരെ ആക്ച്വലി വിശ്വാമിത്ര മുനിയുടെ ഒരു ദശരഥ മഹാരാജാവിനോട് ജനക മഹാരാജാവും അദ്ദേഹത്തിന്റെ പുരോഹിതനായ ശതനന്ദ ഋഷിയും വന്നിട്ട് മിഥിലയുടെ പ്രാന്തപ്രദേശത്ത് ചെന്ന് സ്വീകരിക്കും. എന്നിട്ട് അവരോട് കുശലാന്വേഷണങ്ങൾ അന്വേഷിക്കും. ജനക മഹാരാജാവിന് ഈ 2 പുത്രന്മാരെ കാണുമ്പോൾ തന്നെ എന്തോ ഹൃദയത്തെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്നത് പോലെ തോന്നും. ആരാണെന്നൊക്കെ അന്വേഷിക്കും.
ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരാണ്. വിശ്വാമിത്ര ഋഷി പറയും. എന്നിട്ട് വിശ്വാമിത്ര ഋഷി, അതായത് സ്വന്തം ഗുരു, ഈ ഇത്ര നാളും അദ്ദേഹം ചെയ്ത വീരകൃത്യങ്ങൾ, അതായത് താടക നിഗ്രഹം മുഴുവൻ എല്ലാ കാര്യങ്ങളും, ഈവൻ അഹല്യയുടെ ശാപമോക്ഷം വരെ പറയും. ആരോട്? ജനക മഹാരാജാവിനോട്. സാകൂതം അദ്ദേഹം കേട്ടിരിക്കും ഇതെല്ലാം. അപ്പോൾ ദശരഥ മഹാരാജാവ് ജനക മഹാരാജാവ് ഈ തരത്തിൽ കേൾക്കുമ്പോൾ കൂടെയുള്ള ആള് ശതനന്ദ ഋഷി, അതാരാണെന്നറിയാമോ? ശതനന്ദ ഋഷി എന്ന് പറയുന്നത് അഹല്യ ഗൗതമന്മാരുടെ പുത്രനാണ്. ശതനന്ദ ഋഷിക്ക് ദശരഥ മഹാരാജാവിന്റെ ആ പുത്രനോട് വളരെയധികം നന്ദിയാണ്. സ്വന്തം അമ്മയെ എത്ര നാളായി ശാപമോക്ഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അഹല്യ. അദ്ദേഹത്തിന്റെ പാദസ്പർശം ഏറ്റതും അമ്മയ്ക്ക് ശാപമുക്തി കിട്ടിയെന്നറിയുമ്പോൾ ശതനന്ദ ഋഷി വന്നിട്ട് രാമന്റെ അടുത്ത് വളരെയധികം സ്നേഹം, ആ സ്നേഹം എങ്ങനെയാണ് അദ്ദേഹം കാണിക്കുന്നതെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ ഗുരു, അതായത് വിശ്വാമിത്ര ഋഷിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഗ്ലോറീസ് വന്നിട്ട് രാമനോട് ആര് പറഞ്ഞു കൊടുക്കുന്നു? ശതനന്ദ ഋഷി പറഞ്ഞു കൊടുക്കും. ആരെക്കുറിച്ച്? വിശ്വാമിത്ര ഋഷിയെ കുറിച്ച്. വിശ്വാമിത്ര മഹർഷിയുടെ കഥ അവിടെയാണ് നമ്മൾ കേൾക്കുന്നത്. കൗശികൻ എന്ന് പറയുന്ന ആ ക്ഷത്രിയൻ, വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു രാജാവ്, ഗധിയുടെ പുത്രൻ, ആ രാജാവ് എങ്ങനെയാണ് സ്വന്തം പരിശ്രമത്തിലൂടെ പല പ്രാവശ്യം വന്നിട്ട് എന്തൊക്കെ നേരിട്ടു, അദ്ദേഹം വന്നിട്ട് തോൽവികൾ നേരിട്ട് അവസാനം സ്വന്തം പ്രയത്നത്തിൽ കൂടി ബ്രഹ്മർഷി എന്ന പദത്തിൽ എത്തിയത് എങ്ങനെയെന്ന്. ആ കഥ എന്ന് പറയുന്നത് പറയാൻ അത്ര എളുപ്പമുള്ള കഥയല്ല. വിശ്വാമിത്ര ഋഷി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളെയും പറഞ്ഞ്, പക്ഷേ ആ പാളിച്ചകളെ അദ്ദേഹത്തിന് ഒരു നാണക്കേടുണ്ടാക്കുന്നത് പോലെ അല്ല പറയുന്നത്, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് പോലെ പറഞ്ഞ് അവസാനം വിശ്വാമിത്ര ഋഷി ബ്രഹ്മർഷിയായ ആ ഒരു കീർത്തി വന്നിട്ട് പറഞ്ഞു ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശതനന്ദ ഋഷി അതേപോലെ സമർത്ഥനായിട്ട് ഉള്ള ഒരു ഒരു വക്താവായിരിക്കണം. അപ്പൊ അവിടെ നമ്മൾ കേൾക്കും വസിഷ്ഠമുനിയുടെ ശബല എന്ന കാമധേനുവിനെ വിശ്വാമിത്ര മഹർഷി മോഷ്ടിക്കാൻ കൗശികൻ എന്ന രാജാവ് ആഗ്രഹിക്കുന്നത്, ശബലയെ വന്നിട്ട് കൈക്കലാക്കാൻ ശ്രമിക്കുന്നത്, ശബല രക്ഷപ്പെടുന്നത്, വിശ്വാമിത്ര മഹർഷിക്ക് എന്ത് ചെയ്യുന്ന ദേഷ്യം വരുന്നത്, വസിഷ്ഠമുനിയെ ആക്രമിക്കുന്നത്, പക്ഷെ വസിഷ്ഠമുനി തന്റെ ബ്രഹ്മദണ്ഡം കൊണ്ട് ആ ആക്രമണത്തെ എല്ലാം ചെറുക്കുന്നതും വളരെ അല്ലെങ്കിൽ വളരെ സ്ഥിരതയോടുകൂടി ആ ആക്രമണത്തെ നേരിടുന്നതും. അപ്പോഴാണ് കൗശികന് തോന്നുന്നത്, ബ്രഹ്മഋഷി എന്ന് പറയുന്നത് ഇത്രയധികം സംയമനം ഉള്ളതും ഇത്രയധികം പവർഫുള്ളും ആണെങ്കിൽ ഈ വസിഷ്ഠനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഈ വസിഷ്ഠ ഋഷിയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എനിക്ക് എന്ത് വേണം? പവർ വേണം എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം തപശ്ചര്യകൾ അനുഷ്ഠിക്കാൻ തുടങ്ങുന്നു. ആദ്യത്തെ പരീക്ഷണം വന്നിട്ട് ആ പവറിന്റെ ഗെയിമാണ്. വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുള്ള പവറിന്റെ ഗെയിമിൽ ത്രിശങ്കു എന്ന് പറയുന്ന ഒരു മഹാരാജാവിനെ അദ്ദേഹം സ്വന്തം പ്രയത്നം കൊണ്ട് ആ തപശ്ചര്യകളെ എല്ലാം ചേർത്ത്, അതിന്റെ ഇഫക്റ്റിനെ എല്ലാം ചേർത്ത് അദ്ദേഹം ഒരു പെർമനന്റ് പ്ലേസ്, അതായത് ത്രിശങ്കു സ്വർഗത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചു ഉടലോടുകൂടി. പക്ഷെ സ്വർഗത്തിൽ എത്താനുള്ള എന്തില്ല? ത്രിശങ്കുവിന് യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ വിശ്വാമിത്ര മഹർഷി തന്റെ പവർ വന്നിട്ട് എന്ത് ചെയ്തു? അവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ട് അവിടെ ഒരു പെർമനന്റ് പ്ലേസ് ഉണ്ടാക്കി. പക്ഷെ ആ ഗെയിമിൽ എന്തായി? അദ്ദേഹത്തിന്റെ ആ ഒരു തപശ്ചര്യ കൊണ്ടുള്ള ഗുണമെല്ലാം അതോടെ തീർന്നു. വീണ്ടും അദ്ദേഹം തപശ്ചര്യ ചെയ്തു. രണ്ടാമത് അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഇനി ഒരു ശുനശേഖൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ രക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അതും വന്നിട്ട് എന്ത് ചെയ്തു? ചെലവ് ചെയ്ത് തീർത്തു. ആ തപശ്ചര്യയുടെ ഫലവും ചെലവ് ചെയ്ത് തീർത്തു. ഇനി മൂന്നാമത് അദ്ദേഹം കാമത്തിനടിമപ്പെട്ടു പോയി. മേനക, അതായത് ആ തപശ്ചര്യക്ക് ഭംഗം വരുത്താൻ വേണ്ടിയിട്ട് മേനക പ്രത്യക്ഷപ്പെട്ടു. 10 വർഷങ്ങൾ മേനകയോടുകൂടി ചെലവിടുമ്പോഴാണ് വിശ്വാമിത്ര മുനിക്ക് മനസ്സിലാകുന്നത് തന്റെ തപശ്ചര്യകൾ അല്ലെങ്കിൽ ആ പുണ്യങ്ങളെല്ലാം തീർന്നു, അത് ലസ്റ്റിനടിമപ്പെട്ടു പോയി എന്ന് പറയുന്നു. അവിടെ നിന്നും അദ്ദേഹം എഴുന്നേറ്റു. വീണ്ടും അദ്ദേഹം കോപത്തിനടിമപ്പെട്ടു പോയി. വീണ്ടും ദേവേന്ദ്രൻ അദ്ദേഹത്തിന്റെ തപശ്ചര്യ മുടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? രംഭയെ അയക്കുന്നു. അങ്ങനെ രംഭയെ പക്ഷെ അദ്ദേഹം കോപം കൊണ്ടാണ് നേരിടുന്നത്, കാമം കൊണ്ടല്ല. പക്ഷെ അവിടെയും അദ്ദേഹത്തിന്റെ ആ ഒരു ഗോൾ എത്തിയില്ല. ഏറ്റവും അവസാനം ഇതെല്ലാം കണ്ടു പഠിച്ചിട്ട് അവസാനം അദ്ദേഹം പ്രയത്നിച്ച് എന്ത് ചെയ്യുന്നു? ബ്രഹ്മർഷി പദത്തിൽ എത്തുക തന്നെ ചെയ്യുന്നു. ഇതെല്ലാം ആര് വിശദീകരിക്കുന്നു? സദനന്ദ ഋഷി വിശദീകരിക്കുന്നു. പക്ഷെ
ശതനന്ദ ഋഷി അങ്ങനെ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന് ഒട്ടും നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടല്ല ശതനന്ദ ഋഷി അതിനെ വിവരിക്കുന്നത്. ഏറ്റവും അവസാനം ബ്രഹ്മർഷി പദത്തിൽ എത്തിയപ്പോൾ എന്താണ് വിശ്വാമിത്ര മുനിക്ക് സംഭവിച്ചത്? വസിഷ്ഠ മുനിയേക്കാൾ കൂടുതൽ പവറും ഇതുമൊക്കെ ആഗ്രഹിച്ചാണ് അദ്ദേഹം അതേ പൊസിഷനിൽ എത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത്, വിശ്വാമിത്ര മുനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, വസിഷ്ഠ മുനി എന്ന് പറയുന്നത് ഈ ബ്രഹ്മർഷി പദത്തിൽ എത്തിയത് കുട്ടിക്കളി കൊണ്ടല്ല, ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് തനിക്കത് കിട്ടിയതെങ്കിൽ വസിഷ്ഠ മുനി എന്തൊക്കെ തപശ്ചര്യകൾ അനുഷ്ഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിന് ആ കോമ്പറ്റീഷൻ മെന്റാലിറ്റി മാറി. അവസാനം വസിഷ്ഠ മുനിയുടെ പാദങ്ങൾ അദ്ദേഹം സ്വന്തം മടിയിൽ എടുത്തു വെച്ച് പൂജിച്ചു എന്ന് പറയുന്നു. അതാണ് ഓസ്റ്ററിറ്റി വന്നിട്ട് പക്വതയിൽ എത്തുമ്പോഴാണ്, അതായത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ബ്രഹ്മർഷി പദത്തിൽ എത്താൻ അപ്പോഴാണ് യോഗ്യത വരുന്നത്. എല്ലാത്തിനെയും ഒരുപോലെ കാണാൻ, എല്ലാവരെയും ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ കഴിവ് സ്വായത്തമാക്കിയത്. വീണ്ടും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇത്രയധികം കഷ്ടപ്പെട്ട് ബ്രഹ്മർഷി പദമൊക്കെ നേടിയിട്ട് വസിഷ്ഠ മുനി എന്താണ് ചെയ്യുന്നത്? ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തില് പുരോഹിതനായിട്ട് നിൽക്കുന്നു. അതിന്റെ രഹസ്യം എന്താണ്? എന്തിനാണ് ഈ ബ്രഹ്മർഷി പദവും രാജർഷി പദവും ഒക്കെ? പരമദിവ്യോത്തമ പുരുഷനെ സേവിക്കാൻ വേണ്ടിയിട്ട്. വസിഷ്ഠ മുനി ഒരു ഫൂളല്ല, അല്ലെങ്കിൽ ഒരു മണ്ടനല്ല. കാരണം സ്വയം പരമദിവ്യോത്തമ പുരുഷൻ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ രാമനായി വിളയാടുമ്പോ അദ്ദേഹത്തെ സേവിക്കുന്നത് വസിഷ്ഠ മുനിയുടെ ജീവിതത്തിന്റെ എന്താണ് ലക്ഷ്യമായി തീർത്തുകൊണ്ട്, അദ്ദേഹം വളരെ ബുദ്ധിമാനായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പരമദിവ്യോത്തമ പുരുഷനെ സ്നേഹിക്കാനും അല്ലെങ്കിൽ സേവിക്കാനുമുള്ള ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് വസിഷ്ഠ മുനി അവിടെ കഴിയുന്നത്. അങ്ങനെയാണ് വിശ്വാമിത്ര മുനിക്ക് രാമചന്ദ്രമൂർത്തിയുടെ ഗ്ലോറീസ് മനസ്സിലാകുന്നത്, അദ്ദേഹം ഭക്തിയിൽ വന്നിട്ട് വളരുന്നത്. അപ്പോൾ അവസാനം ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. എന്താണ്? ഇനിയും ആ ദശരഥ മഹാരാജാവ് അവിടെ നിന്ന് തന്നോടൊപ്പം എന്തിനാണ് വിട്ടത്? രാമചന്ദ്രമൂർത്തിയെ യാഗസംരക്ഷണത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ആ യാഗസംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദശരഥ മഹാരാജാവ് വിട്ടതും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ദശരഥ മഹാരാജാവിന്റെ അജണ്ടയിൽ ഇല്ലാതിരുന്നു. പക്ഷേ ഒരേ ഒരു സേവനം കൂടി അദ്ദേഹത്തിന് വിശ്വാമിത്ര മുനിക്ക് ചെയ്യാനുണ്ട്. അതിനുശേഷം അദ്ദേഹം ഹിമാലയത്തിലേക്ക് യാത്രയാകും. തന്റെ ജീവിതം സഫലമായി, രാമനോടുള്ള തന്റെ കർത്തവ്യങ്ങളെല്ലാം സഫലമായി. അനേകം ദിവ്യായുധങ്ങൾ അദ്ദേഹം രാമചന്ദ്രമൂർത്തിക്ക് കൊടുത്തു. ഒരുപാട് ദിവ്യായുധങ്ങൾ രാമചന്ദ്രമൂർത്തിക്ക് കൊടുത്തു. പക്ഷെ ഈ ഒരു കാര്യം, അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു അമൂല്യമായിട്ടുള്ള ഒരു നിധിയെ രാമചന്ദ്രമൂർത്തിക്ക് കൊടുക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ മിഥിലയിലേക്ക് അദ്ദേഹം വിളിച്ചുകൊണ്ട് പോകുന്നത്. ആരെ? രാമനെ. അപ്പൊ മിഥിലാപുരിയിൽ ചെന്ന് ജനക മഹാരാജാവിന്റെ ആ ഒരു ചാപം ദർശിക്കുന്നു. ആര്? എല്ലാവരും പല പ്രാവശ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നു? പരാജയപ്പെട്ടിരിക്കുന്നു കുറെ പേര്. ജനക മഹാരാജാവിന് എന്താണ്? ഹോപ്പില്ല, ആശ നശിച്ചിരിക്കുന്നു. എന്റെ കുട്ടി കന്യകയായി തന്നെ നിൽക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. ഇത് എന്ത് കാര്യമാണ് ചെയ്തിരിക്കുന്നത്? ഇത്രയധികം കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ എന്തിനാണ് ഈ വിവാഹത്തിന്റെ വ്യവസ്ഥയാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? അദ്ദേഹത്തെ കുറ്റപ്പെടുന്നു. പക്ഷെ അതിനൊരു റീസൺ ഉണ്ട്. ഒരു രണ്ട് തരത്തിൽ ആ റീസൺ വന്നിട്ട് ആചാര്യന്മാർ വിവരിക്കുന്നു. ഒന്ന്, സീതാമയ്യ ഒരു ദിവസം കുട്ടിയായിരുന്ന സമയത്ത് ഒരു പൂപ്പന്ത് ആ ശൈവജാപം വെച്ചിരിക്കുന്ന ആ ഒരു കേസിന്റെ അടിയിൽ പോയി വളരെ നിഷ്പ്രയാസമായിട്ട് തന്റെ ഇടത്ത് കൈ കൊണ്ട് ആ ശൈവജാപത്തെ ഉയർത്തി ആ പൂപ്പന്ത് എടുക്കുന്നത് ആൾക്കാർ കാണുന്നു. 500ഓളം വലിയ ബലവാന്മാരായിട്ടുള്ള പടയാളികൾ ഒരുമിച്ച് വലിച്ചാലേ ആ ചാപം വരികയുള്ളൂ. പക്ഷേ ഈ സീതാമയ്യ എന്ത് ചെയ്യുന്നു? കുട്ടിയായിരുന്ന സമയത്ത് നിഷ്പ്രയാസം ഇത് ഉയർത്തിയപ്പോൾ ജനക മഹാരാജാവ് ചിന്തിച്ചു, പുത്രി ഇത്രയധികം പവർഫുൾ ആണെങ്കിൽ അവളുടെ വരൻ അത്രയധികം അനുരൂപനായിരിക്കണം, അല്ലെങ്കിൽ അത്രയധികം പവർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ അത് എന്താവില്ല, മാച്ച് ആവൂല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇത് പലരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ജനക മഹാരാജാവിന് ഇവരെല്ലാം കുറ്റം പറയുന്നത്. പക്ഷെ ജനക മഹാരാജാവ് കാത്തിരുന്നു. രാമനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം വന്നിട്ട്, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് രാമന് ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാണ്. പക്ഷേ രാമചന്ദ്രമൂർത്തി ആ മിഥിലയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ജാലകവാതിലിൽ കൂടി ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ വന്നിട്ട് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ഒരു രംഗം കൂടി അവിടെ വിവരിക്കുന്നുണ്ട്. രാമചന്ദ്രമൂർത്തിയും സീതാമയ്യയും ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അവർ പരസ്പരം വന്നിട്ട് അനുരക്തരാകുന്നു. ആക്ച്വലി രാമചന്ദ്രമൂർത്തിയുടെ മുഖമല്ല, ആ പാദങ്ങളാണ് സീതാമാതാവ് ആദ്യം കാണുന്നത്. സീതാമാതാവിന്റെ ഹൃദയത്തിൽ എന്നേക്കുമായിട്ട് ആ പാദങ്ങൾ എച്ച് ചെയ്തു പോയി, അതായത് പ്രതിഷ്ഠിച്ചു പോയി എന്നാണ് അവിടെ പറയുന്നത്. രാമനും ആഗ്രഹം തോന്നി, ആ പെൺകുട്ടി ആരായിരിക്കും തന്റെ ഹൃദയം കവർന്ന്. ഇതുവരെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല.
സീതയ്ക്കും തോന്നി ആരാണ് ആ രാജകുമാരൻ, വിശ്വാമിത്ര മുനിയോടുകൂടി എത്തിയ ആ 2 കുമാരന്മാരാരാണ്, അതിൽ ഒരാൾ തന്റെ ഹൃദയം കവരുകയും ചെയ്തു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇനി അവരെ കാണാൻ പറ്റുമോ എന്ന് പരസ്പരം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചാപത്തെ വന്നിട്ട് അവര് കേൾക്കുന്നതും. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ആ കണ്ട പെൺകുട്ടി തന്നെയാണോ എന്ന് രാമചന്ദ്രമൂർത്തിക്ക് അറിയില്ല. പക്ഷെ എന്നാലും അഥവാ ഈ രാജകുമാരി തനിക്ക് ആ ഹൃദയം തന്ന ആ പെൺകുട്ടി ആണെങ്കിൽ അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴിയേ ഉള്ളുവെങ്കിൽ അതും പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ അതും പരീക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാമിത്ര മുനി അല്ലയോ രാമ, എന്താണ് വത്സരാമ ധനുർ പശ്യ എന്ന് പറഞ്ഞതും രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്തു, അത് അനുസരിച്ചു. ധനുർ പശ്യ എന്നേ പറഞ്ഞുള്ളൂ. എന്താണ് പശ്യന്റെ അർത്ഥം? കാണൂ എന്ന് പറഞ്ഞു. ധനുർ പശ്യ എന്ന് പറഞ്ഞപ്പോൾ രാമചന്ദ്രമൂർത്തി എന്താണ് ചെയ്തത്? കാണുക മാത്രമല്ല ചെയ്തത്, ഒരു ഉത്തമനായിട്ടുള്ള ശിഷ്യൻ ചെയ്യുന്നത് പോലെ ഗുരുവിന്റെ ഇംഗിതം എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടെ ചെന്ന് നിന്ന് ആ ധനുസിനെ വന്ദിച്ചു. ശൈവചാപം അല്ലേ, അതിനെ വന്ദിച്ചു. അതിനുശേഷം അതിനെ എടുത്തു പൊക്കി നിഷ്പ്രയാസം, ആന പുഷ്പം പറിക്കുന്നത് പോലെ എന്നാണ് വിവരിക്കുന്നത്. ഒരു കുളത്തിൽ നിന്നും ഇറങ്ങി ആന പുഷ്പം പറിക്കുന്നത് പോലെ, ഒരു താമരപ്പൂ പറിച്ചെടുക്കുന്നത് പോലെ വരെ നിഷ്പ്രയാസം എടുത്ത് പെരുവിരലും കൊണ്ട് അതിന്റെ താഴ്ഭാഗം പിടിച്ചിട്ട് മറ്റേ കൈ ഉയർത്തി അതിന്റെ ഭാഗം വളച്ച് ഞാൻ കെട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കരത്തിന്റെ ബലം താങ്ങാനാവാതെ ശൈവചാപം ത്രയംബകം ഒടിയുന്നു. ആ വില്ല് ഒടിയുന്ന പ്രകമ്പനം എന്ന് പറയുന്ന അയോധ്യയിലെ ദശരഥ മഹാരാജാവ് വരെ കേട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഇടിമുഴക്കം പോലെ ഒരു സംഭവം മാത്രം കേട്ടു. ഭാർഗവരാമനും കേട്ടു, അദ്ദേഹവും മനസ്സിലാക്കിയില്ല എന്താണ് സംഭവം എന്ന്. അപ്പോൾ ഈ ഒരു വളരെ എന്താണ് ആ ഒരു സമയം എന്ന് പറയുന്നത് ജനക മഹാരാജാവിന്റെ ഹൃദയം അത്രയധികം സന്തോഷിച്ചു. കാരണം അവസാനം ആ ഒരു മുഹൂർത്തം വന്നെത്തിയിരിക്കുന്നു, കാരണം തന്റെ പുത്രി വധുവായിരിക്കുന്നു എന്ന്. ആ ഒരു സമയത്ത് പക്ഷെ എല്ലാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വരണമാല്യവും കൊണ്ട് സീതമ്മയ്യ വരുമ്പോ രാമചന്ദ്രമൂർത്തി അത് തൽക്കാലം പോസ് ചെയ്യുന്നു. അതായത് ആ ഒരു കാര്യം അവിടെ നിർത്തുന്നു. അദ്ദേഹം വരണമാല്യം സ്വീകരിക്കുന്നതിന് മുമ്പ് ആരോട് പറയുന്നു? ജനക മഹാരാജാവിനോട് പറയുന്നു, ഇത് ഞങ്ങളുടെ അജണ്ടയിലുള്ള കാര്യമായിരുന്നില്ല. ദശരഥ മഹാരാജാവ് എന്നെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ വിട്ടത് എന്തിനാണ്? യാഗം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. യാത്ര ചെയ്തുകൊണ്ട് മിഥിലയിൽ വരുമ്പോ കല്യാണം എന്ന് പറയുന്നത് ഞങ്ങളുടെ അജണ്ടയിലുള്ള കാര്യമല്ല എന്ന് പറയുന്നു. ജനക മഹാരാജാവ് ഹൃദയം തകരുന്നത് പോലെ തോന്നി. എത്ര നാള് കാത്തിരുന്നിട്ടാണ് അനുരൂപനായിട്ടുള്ള വരനെ കുട്ടിക്ക് കിട്ടിയത്, എന്നിട്ട് ഇപ്പോ അതിന് താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷെ താല്പര്യമില്ല എന്നല്ല പറഞ്ഞത്, അച്ഛന്റെ അനുഗ്രഹം ഇല്ലാതെ ഈ വിവാഹം ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. അച്ഛന്റെ അനുഗ്രഹം, അതായത് ഇത്ര നാളും തന്നെ സംരക്ഷിച്ചു പോന്നിരുന്ന അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കാതെ ഈ വിവാഹം കഴിച്ച് താൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ ധിക്കരിക്കുന്നത് പോലെ ആയിരിക്കും, അദ്ദേഹത്തെ അനാദരിക്കുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. സീതയ്ക്ക് സമാധാനമായി. നമ്മൾ വിചാരിക്കും അതെന്താണ്? കാത്തിരുന്ന സീത വരനെ കണ്ടതും വരണമാല്യം അണിയിക്കാൻ വേണ്ടി പോയതും ആ പാദം കണ്ടപ്പോൾ ഇത് തന്നെയാണ് ആ രാജകുമാരൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ മുഖം വന്നിട്ട് മൂടുപടത്തിൽ കൂടെ ഒളികണ്ണിട്ട് നോക്കി ആ മുഖം ആദ്യമായിട്ട് ദർശിച്ചതും അത്രയധികം ആഗ്രഹത്തോടെ നിന്ന സീത ആ വരണമാല്യത്തിന് നോ പറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പ്രസന്നയായി എന്ന് പറയുന്നു. കാരണം സീത എന്താണ് ചെയ്തത്? സീത എന്താണ്? രാമന്റെ ഗുണം അറിയുകയാണ് ചെയ്തത്. ഒന്ന്, വീര്യവാനാണെന്ന് മനസ്സിലാക്കി, കാര്യക്ഷമതയുള്ളവനാണ് മനസ്സിലാക്കി, പ്രൊട്ടക്ഷന് കപ്പാസിറ്റി ഉള്ളവനാണെന്ന് മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ ഇന്ദ്രിയ നിയന്ത്രണമുള്ളവനാണെന്ന് മനസ്സിലാക്കി. പ്രലോഭനം, അത്ര സുന്ദരിയായിട്ടുള്ള ഒരു രാജകുമാരിയെ കൈയകലത്തിൽ കിട്ടിയിട്ടും റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നവനാണെന്ന് മനസ്സിലാക്കി. ആര്? രാമൻ. അപ്പൊ വേഗം തന്നെ ദശരഥ മഹാരാജാവിനെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് വിശ്വാമിത്ര മുനി പറയുന്നു, ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു എത്രയും വേഗത്തിൽ പോയി വിവരം അറിയിക്കുന്ന ദൂതൻ എത്തുന്നു. ദശരഥ മഹാരാജാവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വപ്നം കണ്ടിരുന്ന കാര്യം ഇത്രയധികം എളുപ്പത്തിൽ, അതും വിശ്വാമിത്ര മുനിയുടെ കൈകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? സമ്പന്നമാകുന്നു എന്ന് ദശരഥ മഹാരാജാവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയോധ്യ മൊത്തമേ മിഥിലയിലേക്ക് വന്നു. അവിടെ വിശ്വാമിത്ര മുനി, വസിഷ്ഠ മുനിയും എല്ലാവരും ചേർന്നിട്ട് അവരുടെ സന്തോഷത്തെ ഇരട്ടിയാക്കാൻ, അല്ല 4 ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അടുത്ത പ്ലാൻ വിടുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടി കുശധ്വജന്റെ 2 പുത്രിമാരായ മാണ്ഡവിയും ശ്രുതകീർത്തിയും ജ്യേഷ്ഠനായ ജനക മഹാരാജാവിന്റെ 2 പുത്രിമാരായിട്ടുള്ള സീതയും ഊർമിളയും ഈ 4 രാജകുമാരിമാരെയും ചന്ദ്രവംശത്തിലെ രാജകുമാരിമാരെ
സൂര്യവംശത്തിലെ വിഖ്യാതരായിട്ടുള്ള ആ 4 രാജകുമാരന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള പ്രസ്താവനയുമാണ്. ദശരഥ മഹാരാജാവിനും ജനക മഹാരാജാവിനും സന്തോഷം ഇരട്ടിയും 4 ഇരട്ടിയും അതിൽ കൂടുതലുമായി. അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തില് ആ സീതാ കല്യാണം, രാമകല്യാണം അല്ലെങ്കിൽ ആ രാജകുമാരന്മാരുടെ കല്യാണം വളരെ കെങ്കേമമായിട്ട് നടക്കുന്നു. എന്നിട്ട് വളരെയധികം പെയിൻഫുൾ ആയിട്ട് ആ സമയത്ത് ജനക മഹാരാജാവ് സീതയെ രാമചന്ദ്രമൂർത്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നു, സീത ധർമ്മത്തിൽ ചരിക്കുന്നവളാണ്, നിന്റെ അർത്ഥാംഗിനിയായിട്ട് നിന്റെ നിഴല് പോലെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം നിന്റെ കൂടെ നടക്കുന്നവളാണ്. പക്ഷെ ഒരു കാര്യം, സീത അഥവാ നീ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ നിന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാപ്തിയുള്ളവളുമാണ്. അതായത് രാജകുമാരിമാർ എന്ന് പറയുന്നത് നിഴൽ പോലെ സേവിക്കാൻ വേണ്ടി മാത്രമുള്ളവരല്ല, ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഭർത്താക്കന്മാരെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് കാര്യക്ഷമതയും ഉള്ളവരായിരുന്നു എന്ന് അവിടെ നിന്നും ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതാണ് എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നു? ജനക മഹാരാജാവ് പറഞ്ഞു കൊടുക്കുന്നു. ഒരു രത്നമാണ് എൻ്റെ കുട്ടി രാമ, അവളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവളെ എന്ത് ചെയ്യണം? സ്വന്തം ജീവൻ കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യണം. അവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാമചന്ദ്രമൂർത്തി അടുത്ത പ്രതിജ്ഞ ചെയ്യുന്നു. അത്ഭുതങ്ങളോ അത്ഭുതങ്ങളാണ്. കാരണം എല്ലാവർക്കും വന്നിട്ട് രാമചന്ദ്രമൂർത്തിയുടെ ക്യാരക്ടറിന്റെ ഓരോരോ ജെംസ് ആണ് ഇങ്ങനെ പുറത്തു വരുന്നത്. അവിടെ എന്താണ് അദ്ദേഹം ചെയ്തത്? ക്ഷത്രിയന്മാർ അനേകം പത്നിമാരെ സ്വീകരിച്ചിരുന്നു. സ്വന്തം അച്ഛൻ ദശരഥ മഹാരാജാവിന് 353 ഭാര്യമാരുണ്ടായിരുന്നു. ആ സ്ത്രീജനങ്ങളെ എല്ലാം അത്ഭുതകരമായിട്ട് എന്ത് ചെയ്തുകൊണ്ട്, അത്ഭുതം കൂറിക്കൊണ്ട് രാമചന്ദ്രമൂർത്തി അടുത്ത പ്രതിജ്ഞ ചെയ്യുന്നു, ഏകപത്നി വ്രതം. സീതാമാതാവ് അല്ലാതെ ഇനി ഒരു പത്നി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നും ജീവിത അവസാനം വരെ അവരോട് ലോയൽ ആയിരിക്കുമെന്നും വിശ്വസ്തനായിരിക്കുമെന്നും പ്രസ്താവിച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ എല്ലാവരുടെയും ഹൃദയം കവർന്നു. ഏകപത്നി വ്രതം ഒരു ക്ഷത്രിയന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് നിർബന്ധവുമല്ല, പക്ഷെ അദ്ദേഹം സ്വയം തീരുമാനിച്ചതാണ്. അപ്പൊ സീതാമാതാവിന് ആ ഒരു വെഡിങ് അല്ലെങ്കിൽ ആ ഒരു കല്യാണം എന്ന് പറയുന്നത് അന്ന് അത്രയും എല്ലാവരും കണ്ടതിൽ വെച്ച് ഏറ്റവും കെങ്കേമമായിട്ടുള്ള കല്യാണം. പിന്നെ ആ ബാലകാണ്ഡം അവസാനിക്കുമ്പോൾ ബാലനിൽ നിന്നും ആ ഒരു കൗമാരക്കാരനിലേക്കുള്ള വളർച്ചയും പോകുന്ന വഴിയിൽ ആരെ കാണുന്നു? 2 അവതാരങ്ങൾ ഒരുമിച്ച് ചേരുന്നത്. അതായത് ഭാർഗവരാമൻ. ആ യാത്രയിൽ വന്നിട്ട് ദശരഥ മഹാരാജാവും രാമചന്ദ്രമൂർത്തിയും ഈ രാജകുമാരിമാരും എല്ലാം ചേർന്ന് പോകുമ്പോൾ ത്രയംബകം വില്ല് ഒടിച്ചത് ആരാണ് എന്ന് അതിന്റെ അലയൊലി മഹേന്ദ്ര പർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന പരശുരാമൻ, ഭാർഗവരാമൻ കേട്ടിരിക്കുന്നു. അത് ആരാണ് കുലച്ചൊടിച്ചത് എന്ന്, ആരാണ് അതിന് ധൈര്യപ്പെട്ടത് എന്ന് ഒന്ന് കാണണം എന്ന് വിചാരിച്ചു വന്നതാണ് എന്ന് മാർഗമധ്യത്തിൽ തടസ്സമുണ്ടാക്കിക്കൊണ്ട് പറയുന്നു. ദശരഥ മഹാരാജാവ് എന്നിട്ട് ഭാർഗവരാമൻ വന്നിട്ട് രഘുരാമനോട് പറയുന്നു, അത്രയധികം ധൈര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്നോട് യുദ്ധം ചെയ്യണം. എന്നിട്ട് ഒരു ചാപം നീട്ടിക്കൊണ്ട് പറയുന്നു. എന്ത് ചാപമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, വിശ്വകർമാവ് 2 ചാപം ഉണ്ടാക്കിയിരുന്നു. ആ ചാപത്തിൽ ഒരെണ്ണം ജനക മഹാരാജാവിന്റെയും ഒരെണ്ണം വിഷ്ണുവിന്റെ ചാപം എവിടെയാണ്? ഭാർഗവരാമന്റെ കയ്യിലും. മുന്നിൽ നീട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, അത്രയ്ക്ക് നിനക്ക് പവർഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചാപം കൂടി കുലച്ചൊടിച്ച് കാണിക്കണം. അങ്ങനെയുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ തമ്മിൽ ദ്വന്ദ്വ യുദ്ധം ചെയ്യാം. ദശരഥ മഹാരാജാവിന് ഇത് കേട്ടുമ്പോൾ ഹൃദയം പൊടിയുന്നത് പോലെ തോന്നി. ഭാർഗവരാമനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദശരഥ മഹാരാജാവ് 353 പത്നിമാരെ വിവാഹം കഴിച്ചത്. കാരണം നാരീ കവചം എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? കാല് പിടിച്ചപേക്ഷിക്കുന്നു, എൻ്റെ മകൻ കുട്ടിയാണ്, അങ്ങയുടെ ഈ പരാക്രമങ്ങൾ, അങ്ങ് അസ്ത്രവിദ്യയിൽ അല്ലെങ്കിൽ പരശുരാമൻ എന്ന് പറയുന്നത് അത്രയധികം ഉയർന്ന വ്യക്തി ആയതുകൊണ്ട് ഈ കുട്ടിയെ വന്നിട്ട് അങ്ങ് പരീക്ഷിക്കരുത് എന്ന് പറയുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു? നീട്ടിപ്പിടിച്ചിരിക്കുന്ന പരശുരാമന്റെ കയ്യിൽ നിന്നും അദ്ദേഹം പോലും അറിയാതെ രഘുരാമൻ ആ വിഷ്ണുവിന്റെ ചാപം തിരിച്ച് സ്വന്തമാക്കുന്നു. എന്നിട്ട് നിമിഷാർത്ഥത്തിനുള്ളിൽ എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട്, ഈവൻ പരശുരാമനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ കുലച്ച് എന്ത് ചെയ്യുന്നു? ഒരു അമ്പും സ്ഥാപിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ അമ്പിനെ ഞാൻ എങ്ങോട്ട് എയിം ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ ഞാൻ ഏത് ദിശയിലേക്ക് ഞാൻ വന്നിട്ട് എയിം ചെയ്യണം? അദ്ദേഹത്തിന്റെ ആ ഒരു പരീക്ഷണത്തിനെ വന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. ഭാർഗവരാമൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു, എന്താണ് പറയേണ്ടത്? ഇങ്ങനെ ചെയ്യുന്ന വ്യക്തി ആരായിരിക്കണം? സ്വയം ഭഗവാൻ വിഷ്ണു ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുകയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി.
അപ്പൊ അദ്ദേഹം 2 ഓപ്ഷൻസ്, അതായത് രാമചന്ദ്രമൂർത്തി 2 ഓപ്ഷൻസ് കൊടുത്തു ഭാർഗവരാമന്. എന്ത്? ഒന്ന്, അദ്ദേഹത്തിന്റെ കാലുകളുടെ ശക്തി. അദ്ദേഹം കശ്യപ രാജാവിന്, അതായത് കശ്യപ രാജാവിന് എന്ത് ചെയ്തിരിക്കുന്നു? തനിക്ക് ആ 21 പ്രാവശ്യം ക്ഷത്രിയന്മാരെ എല്ലാം കൊന്നിട്ട് അല്ലെങ്കിൽ കിട്ടിയ ആ ഒരു സമ്പത്ത് മൊത്തം ആർക്ക് ദാനം ചെയ്തിരിക്കുന്നു? പരശുരാമൻ കശ്യപൻ എന്ന് പറയുന്ന രാജാവിന് ദാനം ചെയ്തു. അതിനുശേഷം അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിൽ, കാരണം ഈ ദാനം ചെയ്ത ഭൂമി സ്വന്തമല്ല, അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുകയില്ല. അദ്ദേഹം എപ്പോഴും യാത്ര ചെയ്യും, അല്ലെങ്കിൽ മഹേന്ദ്ര പർവ്വതത്തിൽ വന്നിട്ട് എന്ത് ചെയ്യും? തന്റെ തപശ്ചര്യ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു വാക്കന്ന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വാക്ക് പാലിക്കണമെന്നുണ്ടെങ്കിൽ കാല് വേണം, അല്ലെങ്കിൽ കാലിന്റെ ശക്തി പോയി കഴിഞ്ഞാൽ ശരിയാവുകയില്ല, നടക്കാൻ പറ്റുകയില്ല, ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കേണ്ടി വരും. അത് അദ്ദേഹത്തിന് താല്പര്യമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ഒന്നുകിൽ കാലിന്റെ ശക്തി, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര നാളും അങ്ങ് നേടിയ എല്ലാ തരത്തിലുമുള്ള പുണ്യവും അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള പവറും അല്ലെങ്കിൽ ഓസ്റ്ററിറ്റിന്റെ എല്ലാ ഫലങ്ങളും എനിക്ക് നൽകണം എന്ന് പറഞ്ഞു രാമചന്ദ്രമൂർത്തി. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഭാർഗവരാമൻ അത് സ്വീകരിച്ചു. എന്നിട്ട് രാമന്റെ അസ്ത്രം ഭാർഗവരാമന്റെ ശക്തികളെ എല്ലാം ആ അസ്ത്രത്തിലാക്കിയിട്ട് തിരികെ അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ വന്നിരുന്നു. ഭാർഗവരാമൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോകുന്നു. ബാലകാണ്ഡം അവസാനിക്കുമ്പോൾ ദശരഥ മഹാരാജാവ് വളരെ സന്തുഷ്ടനായിട്ട് എന്ത് ചെയ്യുന്നു? തന്റെ രാജകൊട്ടാരത്തിലേക്ക് ഈ കുമാരന്മാരെയും രാജകുമാരിമാരെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. പൂർണ്ണമായിരുന്ന അയോധ്യ പരിപൂർണമായതുപോലെ 4 രാജകുമാരിമാരും രാമചന്ദ്രമൂർത്തി എല്ലാവരുടെയും ഹൃദയത്തിനെ കീഴടക്കുന്ന രാജകുമാരനായിരുന്നു. അദ്ദേഹം ഒരു വളരെയധികം മികച്ച ഭരണാധികാരിയാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം വന്നിട്ട് ദശരഥ മഹാരാജാവിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ചെയ്തു. സ്വന്തം സഹോദരന്മാർക്ക് അദ്ദേഹം വളരെയധികം സ്നേഹമയനായിട്ടുള്ള ജ്യേഷ്ഠനായിരുന്നു. അത് മാത്രമല്ല മാതാക്കന്മാരെ എല്ലാം ഒരേപോലെ കാണുന്ന പുത്രനുമായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ പരിപൂർണനായിട്ടുള്ള ഒരു ഭർത്താവുമായിരുന്നു. സീതാമാതാവിന് അവർ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സ്നേഹം നൽകിക്കൊണ്ട് അവരെയും സന്തുഷ്ടമാക്കിയിരുന്നു. അങ്ങനെ ബാലകാണ്ഡം തീരുമ്പോൾ അയോധ്യ എന്ന് പറയുന്നത് വളരെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് വെറും താൽക്കാലികമായിരുന്നു എന്ന് നമ്മൾ അയോധ്യാകാണ്ഡത്തിൽ വീണ്ടും കാണും. ബാലകാണ്ഡം എന്ന് പറയുന്നത് 4 തരത്തിലുള്ള ആൾക്കാർ. ഒന്ന്, കാട്ടാളനായി ജീവിച്ചിരുന്ന വാത്മീകി രത്നാകരൻ എങ്ങനെയാണ് ഗുരുവിന്റെയും അനുഗ്രഹം കൊണ്ട് ഒരു മഹർഷിയായി മാറിയത് എന്നും, ദശരഥ മഹാരാജാവിന് അത്രയധികം പ്രാപഞ്ചികമായിട്ടുള്ള സുഖങ്ങളെല്ലാം ഉണ്ടെങ്കിലും വോയിഡ് ആയിരുന്നത് എങ്ങനെയാണെന്നും, അദ്ദേഹം ഈശ്വരനെ സ്വീകരിച്ചപ്പോൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ആയതെന്നും, രണ്ടാമത് വിശ്വാമിത്ര മുനി എന്ന് പറയുന്ന ആ ഒരു ഹീറോ ആ തപസ്വിയിൽ നിന്നും ഭക്തനായി മാറിയത് എങ്ങനെയാണെന്നും അതെല്ലാം നമ്മൾ കേൾക്കുന്നത് ബാലകാണ്ഡത്തിലാണ്. സീതാമാതാവിന്റെ ആ ഒരു വിവാഹവും അവസാനം അയോധ്യയിലേക്കുള്ള യാത്രയും കൊണ്ട് ബാലകാണ്ഡം അവസാനിക്കുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നു, ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നു. പക്ഷേ വീണ്ടും രാമായണം മുന്നോട്ട് തുടരുന്നു. ഹരേ കൃഷ്ണ.